വളരെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ, പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ, ആവശ്യമായ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വേദിയാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ ഈ പ്രോഗ്രാം. വളരെ നല്ല ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞോട്ടെ, 2019 കേരളത്തിലെ നവോത്ഥാന ചരിത്രമാണ് നമ്മുടെ ഈ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന മിഷണറിമാർ ചെയ്തിരിക്കുന്ന പുരോഗതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചമായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. എന്നാൽ മഹത്തായ അറിവ് പകർന്നു നടന്ന മിഷണറിമാരെ മറക്കുന്നത് തികച്ചും നന്ദികേടാണ്. എല്ലാ മേഖലയിലും ഒരുപാട് അറിവുകൾ പകർന്നു തന്നവരാണവർ. വിദ്യാഭ്യാസ മേഖലയിൽ, ശാസ്ത്രമേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, കൃഷി, വ്യാപാരം, അങ്ങനെ സമസ്ത മേഖലകളിലും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിച്ചത് മിഷണറിമാരുടെ സംഭാവനയാണ് എന്ന് നമുക്ക് വളരെ അത്യുച്ചത്തിൽ പ്രഘോഷിക്കാൻ പറ്റുന്ന സമയമാണ്. ഇതിനെ മറക്കുന്നത് നന്ദികേടാണ്, അവഗണിക്കുന്നത് നന്ദികേടാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ അവസാന നാളിൽ നന്ദികേടുള്ള ഒരു സമൂഹമായി മാറും, നന്ദികേടുള്ള സമൂഹമുണ്ടാകും. എന്നാൽ അതിനെ തിരുത്തി പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കിവിടെ തന്നിരിക്കുന്ന പാനൽ ചർച്ചയ്ക്കുള്ള ചോദ്യം 7 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, മിഷണറിമാർ ഭാരതീയ സംസ്കാരത്തെയും ആചാരങ്ങളെയും പാഗൻ എന്ന് വിളിച്ച് അപമാനിച്ചിട്ട്, പാഗൻ എന്ന് പറഞ്ഞ ജാതീയ സമൂഹം, ജാതികൾ എന്ന്, പാഗൻ എന്ന് വിളിച്ച് അപമാനിച്ചില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമ്മുടെ ബഹുമാന്യ പ്രഭാഷകനായിരിക്കുന്ന അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. പാഗനെന്ന് വിളിച്ചു എന്നുള്ളതുകൊണ്ട് അത് അപമാനമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം പാഗനിസമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉള്ള കാര്യത്തിനോ അതല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തത് എങ്ങനെ വിളിക്കുന്നത്? പാഗനിസമാണ്. പാഗനിസത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതായത് യൂറോപ്പിലെ പാഗനിസം എങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുണ്ടായിരുന്ന ആ പാഗനിസത്തിൻ്റെതായ എല്ലാ പ്രവൃത്തികളും അതിനേക്കാൾ കൂടിയ അളവിൽ, അതിനേക്കാൾ ജുഗുപ്സാവഹമായ അളവിൽ, അതിനേക്കാൾ നൃശംസമായ അളവിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വന്നത്. ഇപ്പം നമ്മൾ എവിടെയാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക്, കാട്ടിലേക്ക്, ഇവിടുത്തെ കാടെന്നല്ല ഉദ്ദേശിക്കുന്നത്, നരഭോജികളുള്ളൊരു കാട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ മറ്റു മനുഷ്യരെ പിടിച്ച് തിന്നുന്നത് കാണുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എന്തിനാ വിളിക്കുന്നവരെ? നരഭോജികളെന്ന് വിളിക്കും. കാനിബാളിസമാണ് അവിടെ ഉള്ളതെന്ന് പറയും. അതങ്ങനെ ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ നമ്മളായിട്ട് അവർ ആക്ഷേപിക്കാൻ വിളിക്കുന്നതല്ല അത്. അപ്പോൾ ഈ പാഗനിസം എന്നുള്ള വിളി, പാഗൻ ആചാരങ്ങളെല്ലാം ഇവിടെ ഇവർ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചു. അതൊരു അപമാനിക്കാൻ വേണ്ടി വിളിച്ചതല്ല, വസ്തുത അതായിരുന്നു. ഇന്ന് ഈ പരിഷ്കൃത കാലത്ത് 21ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ അത് അപമാനമായിട്ട് തോന്നുന്നു. അത് നമ്മുടെ പ്രശ്നമല്ല. ഇന്നത് അപമാനമായിട്ട് തോന്നുന്നു നമ്മുടെ പ്രശ്നമല്ല. അത് അവർക്ക് അങ്ങനെ അപമാനമായിട്ട് തോന്നാൻ കാരണം ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നത്. അതിലവർ നന്ദി പറയാൻ വേണ്ടത് മിഷണറിമാരോട്. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അത് അഭിമാനത്തോടെ കൊണ്ടു നടന്നേനെ. കാരണം അവരുടെ പുസ്തകങ്ങൾ അതാ പറയുന്നത്. കിതാബിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ചാണ് ഫോളോ ചെയ്തത് ഇവിടെ അവർ വന്നത്. അതും ശരിയല്ല എന്ന് പറഞ്ഞതിനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ വളരെയധികം എതിർപ്പുകൾ മിഷണറിമാർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ആചാരമാണ്, നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരം. തിരുവിതാംകൂർ ചരിത്രത്തിൽ പി ശങ്കുണ്ണിമേനോനൊക്കെ പറയുന്നുണ്ട്, മിഷണറിമാർക്ക് ഞങ്ങളിവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം എല്ലാം കൊടുത്തു, എന്നിട്ടും അവർ നന്ദികേടാണ്, കൃതജ്ഞത കാണിക്കുകയാണ്, കൃതജ്ഞത ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. കാരണം ഇവർ ഇംഗ്ലണ്ടിലേതുപോലെ ഇവിടെ ആളുകളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ ആ ജീവിത സാഹചര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കുകയാണെന്ന്. ഏത് ഈ താഴ്ത്തപ്പെട്ട ആൾക്കാർക്ക്, ഇവരടിച്ച് താഴ്ത്തി വെച്ചിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അവരെ വസ്ത്രം ഉടിപ്പിച്ചത്, അവർക്ക് ഭക്ഷണം കൊടുത്തത്, ഇതിനെക്കുറിച്ചാണ് ശങ്കുണ്ണിമേനോൻ പറയുന്നത്. അപ്പം ഇവിടെ ഈ പാഗനായിരുന്ന ആ സംസ്കാരത്തെ മാറ്റിയിട്ട്, ആ സമൂഹത്തെ മാറ്റിയിട്ട് പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയത് മിഷണറിമാരാണ്. ഇവിടെ പാഗനിസമാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇന്ന് അതിൽ വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല, വസ്തുതയാണത്. ലാസ്റ്റ് ഓഡിയൻസിനുള്ളൊരു സമയമുണ്ട്. ഇപ്പോൾ അടുത്ത ചോദ്യം, മതം മാറ്റം ദളിതരിൽ പുതിയ ആശ്രയ ബന്ധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയോ? ഒരിക്കൽ കൂടെ, മതം മാറ്റം ദളിതരിൽ പുതിയ ആശ്രയ ബന്ധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണോ മതം മാറ്റം നടത്തുന്നത്? ദളിതരിൽ താങ്ങും തണലും കൊടുത്ത് മതം മാറ്റുന്നത് പുതിയ ആശ്രയബന്ധം നടത്തുന്നതിന് വേണ്ടിയാണോ എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് നൽകും. ഈ ചോദ്യത്തിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ദളിതർക്ക് മതമില്ല, പിന്നെ അവർ ഏത് മതത്തിലേക്കാണ് മാറുന്നതെന്നുള്ളതാണ്. മതം മാറ്റം, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറണമെങ്കിൽ അവർക്ക് മതം ഉണ്ടായിരിക്കണം. പക്ഷെ ദളിതർക്ക് അവരുടേതായ ഒരു മതമില്ല. തത്വത്തിൽ ഇത് റിലീജിയസ് കൺവിക്ഷനാണ്. ഞങ്ങളുടെ പ്രൊഫസർ യേശുദാസ് സാറൊക്കെ പറയുന്ന പോലെ മതാരോഹണം എന്നാണ് അദ്ദേഹം വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവർ മറ്റൊരു മതം സ്വീകരിക്കുക. 1881 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. 1881 ആദ്യത്തെ സെൻസസ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെൻസസ് നടക്കുന്ന 1921 ഏറ്റവും അവസാനം നടക്കുന്ന 1931. അപ്പോൾ രണ്ടാമത്തെ സെൻസസ് 1911. അപ്പം 1881, 1911, 1921, 31. അതാണ് ഇപ്പോൾ ഇനി സെൻസസ് വേണം നടക്കുന്നത്. 1911 സെൻസസിൻ്റെ ഒരു പ്രത്യേകത, ഹിന്ദുക്കളിൽ നിന്നും അയിത്തജാതിക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അൺടച്ചബിൾസ്, ടച്ചബിൾ ഹിന്ദുസ്, അങ്ങനെ ഹിന്ദുസ് ഉണ്ടോ? ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നും അൺടച്ചബിൾസ് ആയിട്ടുള്ള ഹിന്ദുക്കളെ, ഹിന്ദുക്കളെ അല്ല, അയിത്തജാതിക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിച്ച് കേട്ടോണം, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെൻസസ് കമ്മീഷണർ ഒരു 10 മാനദണ്ഡങ്ങൾ വെച്ചു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 10 മാനദണ്ഡങ്ങൾ. ഏതാ? ഹിന്ദുക്കളുടെ ഇടയിലാണ് ഈ മാനദണ്ഡങ്ങൾ വെച്ചത്. 1, ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ തിരസ്കരിച്ചവരായിരിക്കണം. 2, ബ്രാഹ്മണരിൽ നിന്നും അല്ലെങ്കിൽ അംഗീകൃത ഹൈന്ദവ ഗുരുക്കന്മാരിൽ നിന്നും മന്ത്രം സ്വീകരിക്കാത്തവരാകണം. 3, വേദങ്ങളുടെ ആധികാരികതയെ തിരസ്കരിച്ചവരാകണം. 4, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവർ. 5, ബ്രാഹ്മണരുടെ സേവനം ലഭിക്കാത്തവർ. 6, ബ്രാഹ്മണ പുരോഹിതന്മാർ ഇല്ലാത്തവർ. 7, സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിൽ പ്രവേശനമില്ലാത്തവർ. 8, അയിത്തം അശുദ്ധമാകലിന് കാരണമാകുന്നവർ. 9, മരിച്ചവരെ കുഴിച്ചിടുന്നവർ. 10, പശുവിറച്ചി തിന്നുകയും പശുവിനോട് അനാദരവ് കാണിക്കുകയും ചെയ്യുന്നവർ. ഇത് സെൻസസ് കമ്മീഷൻ ഉണ്ടാക്കിയ ക്രൈറ്റീരിയയാണ്. ഈ 10 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് 1911 ഹിന്ദുക്കളിൽ നിന്നും അയിത്തജാതിക്കാരെ മാറ്റുന്നത്. നിങ്ങൾ നോക്കണം, ഹിന്ദുക്കളിൽ നിന്ന് അയിത്തജാതിക്കാരെ മാറ്റുന്നത്. അവരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പിന്നീട് നമ്മൾ പറയുന്നത്. അതുതന്നെയാണ് 1921 31 തുടർന്നത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ആക്കുന്നത്. അങ്ങനെ ഹിന്ദുക്കളിൽ നിന്ന് ഈ 10 ക്രൈറ്റീരിയ നിങ്ങൾ നോക്കൂ. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവരാണ്, ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കാത്തവരാണ്, പശുവിറച്ചി തിന്നുന്നവരാണ്, പശുവിനെ അനാദരിക്കുന്നവരാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ സമ്പൂർണ്ണ വാള്യങ്ങളിൽ 9 പേജ് 6 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 40 വോളിയംസ് മഹാരാഷ്ട്ര സർക്കാർ ഇറക്കിയത് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 40 മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട് വോളിയംസ്. ഇത് അദ്ദേഹത്തിൻ്റെ അംബേദ്കറിൻ്റെ വോളിയത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെയാണ് അവരെ മാറ്റുന്നത്. അങ്ങനെയുള്ളവരെങ്ങനെയാണ് ഹിന്ദുക്കളാകുക? ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവർ, പശുവിറച്ചി തിന്നുന്നവർ, ചത്തവരെ കുഴിച്ചിടുന്നവർ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തവരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അങ്ങനെയുള്ളവർ ഹിന്ദുക്കളല്ലായിരുന്നു. ഹൈന്ദവേതരമായ ഒരു സ്വത്വമുള്ള, ചരിത്രപരമായോ സാംസ്കാരികപരമായോ ഹൈന്ദവ സ്വത്വമില്ലാത്തൊരു സമൂഹമായിരുന്നു ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും പട്ടികജാതിക്കാരും ഗോത്രവർഗ്ഗങ്ങളും. അവരെ ഹിന്ദുക്കളാക്കുന്ന തത്വത്തിൽ 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ്. 1950 ഓഗസ്റ്റ് 10 നടന്ന പ്രസിഡൻഷ്യൽ ഓർഡറിൽ ഹിന്ദുക്കളല്ലാത്ത പട്ടികജാതിക്കാരാണ്? ഹിന്ദുക്കളായ പട്ടികജാതിക്കാർ മാത്രമേ. ഹിന്ദുക്കളല്ലാത്ത പട്ടികജാതിക്കാർ ഒന്നും ആനുകൂല്യത്തിന് യോഗ്യരല്ല. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ പട്ടികജാതിക്കാർക്ക് ആനുകൂല്യം നഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ ആ പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ പട്ടികജാതിക്കാർക്ക് ഒരു ഹിന്ദുമത ഒരു പരിവേഷം കൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലാക്കണം നിങ്ങൾ.
അതുകൊണ്ട് ഒരു കാലഘട്ടങ്ങളിലും ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും പട്ടികജാതിക്കാരും ഒരിക്കലും ഹിന്ദുക്കളല്ലായിരുന്നു. അത് നിങ്ങൾ അറിയണമെങ്കിൽ അംബേദ്കറിൻ്റെ തന്നെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ അധസ്ഥർ ഹിന്ദുക്കളല്ല എന്നുള്ള പുസ്തകം, എന്തുകൊണ്ട് ഞാൻ ഹിന്ദുമതം ഉപേക്ഷിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം, അസ്പൃശ്യർ അൺടച്ചബിൾസ് എന്നൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്, ശൂദ്രരാരായെന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഉണ്ട്, പേരൂർ രാമസ്വാമി നായ്ക്കരുടെ എന്തുകൊണ്ട് ഞാൻ ഹിന്ദുവല്ല എന്ന പുസ്തകമുണ്ട്. ഈ മാധവൻ്റെ സ്വതന്ത്ര സമുദായം, ആരെ ഈ മതം എന്നറിയാവോ? നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെ അമ്മയുടെ ഫാദറാണ്, CP-യുടെ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സമുദായം എന്നുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഈഴവർ ഹിന്ദുക്കളല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അനവധിയായ പുസ്തകങ്ങൾ, കാഞ്ചിലയ്യയുടെ വയ്യ അയ്യാനൊട്ട ഹിന്ദു എന്നുള്ള പുസ്തകമുണ്ട്. ഇങ്ങനെ അനവധിയായ പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ക്രൈസ്തവരുടെ പുസ്തകങ്ങളല്ല. ഹൈന്ദവരായ ആൾക്കാർ, ദളിതരായ അംബേദ്കറൈറ്റുകളായ സബാൾട്ടൻ റൈറ്റിങ്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദളിതർ ഒരു കാലഘട്ടങ്ങളിലും ഹിന്ദുക്കളല്ലായിരുന്നു. അവർക്ക് ഹിന്ദു സ്വത്വമില്ലായിരുന്നു, ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു. സാംസ്കാരികമായ ചരിത്രപരമായ ഹൈന്ദവ സ്വത്വമില്ലാത്തവരെ, ഹൈന്ദവേതര സ്വത്വമുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഹിന്ദുക്കളായി കൊണ്ടുവരുന്ന രീതിയാണ് കാണുന്നത്. അതാണിപ്പോൾ സബാൾട്ടൻ ഹിന്ദുത്വ എന്നും പറഞ്ഞും സാംസ്കാരിക കൾച്ചറൽ ഹിന്ദുത്വ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചെങ്കിൽ ആ മതത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും നിമിത്തം മതത്തെ സ്വീകരിക്കുകയായിരുന്നു. അതൊരു റിലീജിയസ് കൺവിക്ഷൻ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്, ഒരു കൺഫർമേഷനാണ് അവർക്കുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മതം മാറ്റമായിട്ട് നമ്മൾ അതിനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. മതമില്ലാതിരുന്നൊരു സമൂഹം അവരുടെ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയും നശിപ്പിച്ച് ഇപ്പോൾ ഹൈന്ദവ കേന്ദ്രീകൃതമായ ഒരു പൊതുസ്വത്വത്തിലേക്ക് ഇപ്പോൾ ഹിന്ദുക്കളെ എല്ലാവരും ദളിതരെയും കൊണ്ടുവരാൻ പോകുന്നൊരു പരിപാടിയാണ്. അതിനാണ് ഇപ്പോൾ സബാൾട്ടൻ ഹിന്ദുത്വ എന്നൊരു പ്രയോഗം അക്കാദമിക് മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. സബാൾട്ടൻ ഹിന്ദുത്വ, അതിനാണ് ട്രൈബൽ വുമണിനെ രാഷ്ട്രപതിയാക്കുന്നത്. അതുകൊണ്ടാണ് ഗോവിന്ദനെ രാഷ്ട്രപതിയാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ ബ്രാഹ്മണർ വേണമെന്നില്ല, ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ ആർക്കും പറ്റും. അതൊരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ദളിതുകൾ അവർ മറ്റു വിശ്വാസം സ്വീകരിച്ചത്. അത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ആധികാരികമായി പറയുന്നു, ഇന്ത്യയിലെ ദളിതുകൾക്കും പട്ടികജാതിക്കാർക്കും ഗോത്രവർഗ്ഗക്കാർക്കും ഹ്യൂമൻ ഐഡൻറ്റിറ്റി നൽകിയത് സുവിശേഷമാണ്. അവർക്ക് ഐഡൻറ്റിറ്റി നൽകിയത് ഗോസ്പലാണ്. അവരുടെ സോഷ്യൽ ലൈഫിനെ മാറ്റിയത് ഈ സുവിശേഷമാണ്. താങ്ക് യു പാസ്റ്റർ. അടുത്ത ചോദ്യം ബ്രദർ അനിൽകുമാറിനോടാണ്. മിഷണറി പ്രവർത്തനം ഭാരതത്തിലെ മതസൗഹാർദ്ദത്തെ തകർത്തില്ലേ? മതസൗഹാർദ്ദം എന്നുള്ള വാക്ക് തന്നെ ഞാൻ യോജിക്കുന്ന ആളല്ല, അത് തെറ്റാണ്. കാരണം മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവുകയില്ല. സൗഹാർദ്ദം എപ്പോഴും വ്യക്തികൾ തമ്മിലാണ്, മനുഷ്യർ തമ്മിലാണ്. മതം എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്. ഓരോ ഐഡിയോളജിയും വ്യത്യസ്തമാണ്. അത് തമ്മിലൊരു സൗഹൃദം ഇല്ല. അതുകൊണ്ടെങ്കിൽ പുതിയ ഐഡിയോളജി ആയിട്ട് വേറെ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് മതങ്ങൾ തമ്മിലല്ല, മതത്തിനകത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മതക്കാർ തമ്മിലുള്ള സൗഹൃദമേ ഉള്ളൂ. പിന്നെ ഈ മതസൗഹാർദ്ദം, ഇന്ത്യയിലെ മതസൗഹാർദ്ദം തകർത്തു എന്നൊക്കെ പറയുന്നത് കോമഡിയാണ്. കാരണം അങ്ങനെ ഒന്നുകൂടി ഉണ്ടായിരുന്നില്ല, അതാണ് കാര്യം. മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒന്നുകൂടി ഇല്ല. അതൊക്കെ പോപ്പുലർ ലൈയാണ്, ഒരു മിത്താണത് ശരിക്കും പറഞ്ഞാൽ. മതസൗഹാർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ നാട്ടിലല്ലേ ബുദ്ധമതം ഉണ്ടായത്, ഇന്ത്യയിൽ? അതിൻ്റെ പൊടി കാണാനുണ്ട് ഇപ്പോൾ. ജൈനമതം ഈ നാട്ടിലുണ്ടായ മതമല്ലേ? എവിടെ പോയി? ശങ്കരാചാര്യന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയല്ലോ, കാശ്മീർ വരേക്കും പോയി തിരിച്ചു വരുമ്പോഴേക്കും ബുദ്ധമതം ഇല്ല, അപ്രത്യക്ഷമായി. ഇനി ക്രിസ്ത്യാനികളുടെ നേരെ എന്തേ കാണിച്ചിരുന്നത്? ക്രിസ്ത്യാനികളോട് നേരെ അത് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇതിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ അത് പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മറുവശമാണ് ഹിന്ദുമതം. മതസഹിഷ്ണുതയുടെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ മറുവശമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത്, ഒട്ടും കുറയാതെ തന്നെയാണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മാറ്റം വന്നതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങളിവിടെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു. അല്ല, പണ്ടിങ്ങനെ ആയിരുന്നില്ല, പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെയധികം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ധാരാളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ. അങ്ങനൊരു സംഗതി ഇല്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും. കാരണം ചരിത്രരേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത്. പിന്നീടുള്ള ആൾക്കാർ എഴുതിയതൊന്നുമല്ല, സമകാലീനമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ. അടുത്ത ചോദ്യം പ്രിയ അച്ഛനോട്. ബൈബിൾ
പരിഭാഷയിലൂടെ ഭാരതീയ ഭാഷകളിൽ വിദേശ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനല്ലേ ഉപയോഗിച്ചത്? വളരെ നല്ല ചോദ്യമാണ്. ഒന്നാമത് ഇവിടെ ഭാഷയ്ക്ക് അടിസ്ഥാനമിട്ടത് നമ്മളിപ്പോൾ പ്രഭാഷണത്തിലൂടെയൊക്കെ കേട്ടതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരാണ്. അവർ ഭാഷ രൂപീകരിച്ചത്, ഉദാഹരണം നമുക്ക് നോക്കാം, 1700-കളിൽ ഉറുദു എന്ന് പറയുന്ന ഉറുദു ഭാഷ അല്ലേ, ഇന്ന് പാകിസ്ഥാനിലെ അവരുടെ രാഷ്ട്രീയ ഭാഷയാണ്. മുസ്ലിം കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ സംസാരിക്കുന്ന ഭാഷ ഉറുദു ഭാഷയുടെ പിതാവ് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗദ്യരൂപത്തിലുള്ള ആ ഭാഷ രൂപീകരിച്ചത് ബിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന നാട്ടിലൊരു മിഷണറിയാണ് 1700-ൻ്റെ അവസാന കാലഘട്ടത്തിൽ. അതിനുശേഷം 1800-ൻ്റെ കാലഘട്ടത്തിൽ ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഹൈദരാബാദിൽ വന്നിട്ട് അന്ന് ഹിന്ദുസ്ഥാനിയായിട്ട് പിന്നീട് രൂപപ്പെട്ട ആ ഭാഷയെ ഉറുദു ഭാഷയായിട്ട് ഇന്ന് കാണിക്കുന്നു. അപ്പം അവർ പരിഭാഷപ്പെടുത്തി ഭാഷ ഉണ്ടാക്കി അതിന് കൃത്യമായ രൂപരേഖകൾ, ഭാഷയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് വേദപുസ്തക പരിഭാഷയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ 1793 ഇന്ത്യയിലേക്ക് വന്ന, അന്ന് ഇന്ത്യ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുകയില്ല എങ്കിലും ബംഗാൾ പ്രദേശത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ വില്യം കേറിയും കൂട്ടരും, ജോഷുവ മാർഷ്മാൻ, അതുപോലെ വില്യം വാർഡ്, ഇങ്ങനെ പറയുന്ന സെറാംപൂർ ട്രയോ, ഈ 3 പേരും അവിടുത്തെ ഭാഷകൾ, ബംഗാളി ഭാഷയാണെങ്കിലും മറ്റ് പല ഭാഷകളും രൂപീകരിച്ചത് ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അന്നത്തെ സമാചാർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആദ്യ പതിപ്പുകളൊക്കെ ലിഖിതങ്ങളാക്കി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തൽഫലമായിട്ട് സതി പോലുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരെ ഭാഷ രൂപീകരിച്ചതും അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാക്കിയതും ആ അക്ഷരങ്ങൾക്ക് പിന്നീട് നിഘണ്ടുകൾ രൂപീകരിച്ചതും ഒന്നും തന്നെ മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മാനവികതയുടെ ഉന്നതിയിലേക്ക് അവരെ നയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് മനുഷ്യനെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് ലോകത്തോട് പറയുക. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്ററും അതുപോലെ ബ്രദർ അനിൽകുമാറും പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെ മനുഷ്യരായിട്ട് ഈ വിഭാഗത്തെ, അല്ലെങ്കിൽ ചണ്ടാള വിഭാഗത്തെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന ആ സമൂഹത്തെ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് എങ്ങനെ അവരോട് പറയും? അത് പറയണമെങ്കിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയെങ്കിലേ പറ്റുള്ളൂ. വേദപുസ്തകത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ്റെ തനതായിട്ടുള്ള ഉയർച്ചയെക്കുറിച്ച്, അവൻ ആരാണെന്നുള്ള അവൻ്റെ സത്വബോധത്തെ, അവൻ്റെ ഐഡൻറ്റിറ്റിയെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് അവർ ബൈബിൾ പരിഭാഷപ്പെടുത്തി. തൽഫലമായിട്ട് മാനവികതയുടെ വലിയ ഔന്നത്യത്തിലേക്ക് മനുഷ്യൻ നടന്നടുക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ബൈബിൾ പരിഭാഷ മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം, മറിച്ച് അവർ കണ്ടതായിട്ടുള്ള ഈ താഴ്ന്ന കാട്ടിലും മേട്ടിലും ഒക്കെ കടന്ന്, പള്ളത്താക്കിൽ കടന്ന്, അതിനെക്കുറിച്ചൊക്കെ ബ്രദർ അനിൽകുമാർ കൂടുതലായിട്ട് പറയും. സമൂഹത്തിൽ തൊട്ടുകൂടാതെ, കണ്ടാൽ പോലും അസ്പൃശ്യത കൽപ്പിച്ചിരുന്നായ 72 അടി അകലം നിൽക്കേണ്ടിരുന്നായ ഈ ജനത ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും പേറുന്നവരാണെന്ന് അവരെ ബോധവൽക്കരിക്കാൻ വചനം ആവശ്യമായിരുന്നു. മനുഷ്യനെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുവാൻ ബൈബിൾ ആവശ്യമായിരുന്നു. അതിൽ കൂടെ മാനവർക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് സത്യം. താങ്ക് യു അച്ഛൻ. അടുത്ത ചോദ്യം ശ്രീ വിനിൽ പോളിനോടാണ്. ഡോക്ടർ വിനിൽ പോൾ, മിഷണറിമാർ ഭാരതീയ ആത്മീയതയെ മിഥ്യാവിശ്വാസം എന്ന് പറഞ്ഞത് പരമത നിന്നയല്ലേ? ഒരിക്കൽ കൂടെ ചോദ്യം. മിഷണറിമാർ ഭാരതീയ ആത്മീയതയെ മിഥ്യാവിശ്വാസം എന്ന് പറഞ്ഞത് പരമത നിന്നയല്ലേ? അത് അന്നത്തെ ഒരു സാഹചര്യത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ആളുകൾ ഈ ഇവരുടെ എഴുത്തിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഈ മിഷണറി റൈറ്റിങ്സിൻ്റെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പല ശ്രദ്ധേയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ഇവർ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു എഴുത്ത് രീതിയും ഒരേ രീതിക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ അത് ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും
ആഫ്രിക്കയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു CMSൻ്റെയോ LMSൻ്റെയോ മിഷണറി ആണെങ്കിലും ഇവരുടെ എല്ലാം ഒരു റൈറ്റിംഗ് രീതി ഒരേ രീതിക്ക് തന്നെ ആയിരിക്കും. അവർ ഓരോ വിഷയങ്ങളെയും ഓരോ പ്രാദേശിക മേഖലയിലും കാണുന്ന ദൈവിക സങ്കല്പങ്ങൾ, എല്ലാ മനുഷ്യരുടെ ഇടയിലും ദൈവിക സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് അതിൻ്റേതായ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവർ കഴ്സീവ് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ എല്ലാവിധ പേപ്പറുകളും അവർ എഴുതിയിരിക്കും. ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം പല ഇംഗ്ലണ്ടിലെ ആർക്കൈവ്സുകളിലാണ് അതുള്ളത്. നമ്മുടെ ഉദാഹരണം നമ്മുടെ കോട്ടയത്ത് വരുന്ന ആദ്യത്തെ തോമസ് നോട്ടൻ എന്ന് പറഞ്ഞ മിഷണറിയുടെ എഴുത്ത് മുതൽ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ അതും ഈ 1930-കളിൽ കേരളത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അന്നത്തെ തിരുവിതാംകൂറിലോ കൊച്ചിയിലോ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ എഴുത്തും ഏതാണ്ട് ഒരേ രീതിക്കൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. അപ്പോൾ മിഷണറി റൈറ്റിംഗ് എന്ന് പറഞ്ഞ് തന്നെ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ പ്രദേശത്തും കാണുന്ന ദൈവങ്ങളെയും വിശ്വാസത്തിനെയും ഓരോ സംസ്കാരത്തെയൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതും നോക്കാറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പഴയ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ പഗോഡ എന്നുള്ളൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ക്ഷേത്രങ്ങളെയൊക്കെ പഗോഡ എന്നുള്ളൊരു ടീമിലാണ് അവർ പല ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ശബരിമല പഗോഡ എന്നൊക്കെ പറഞ്ഞൊക്കെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ചില ആളുകൾ പറയാം അത് ബുദ്ധ സങ്കേതമായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് പഗോഡ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് ബുദ്ധിസ്റ്റ് കോണ്ടക്സ്റ്റിലാണ്. അതുകൊണ്ടത് ബുദ്ധമതമായിരുന്നുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നതൊക്കെ പറയാം. അങ്ങനെ അല്ല, അവരത് ഓരോ പ്രത്യേക രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അടിമജാതിയിൽ നിന്നൊരാൾ, മുൻകാല അയിത്ത ജാതിയിൽ നിന്നൊരാൾ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ സ്ലേവ് ക്രിസ്ത്യൻ എന്നുള്ളൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർക്കിടയിൽ ചർച്ചയുണ്ട്. അതായത് ഒരാൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അയാളെ സ്ലേവ് എന്നുള്ള പേര് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ ഒരു ഡിബേറ്റും ഒക്കെ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതിനകത്ത് വാക്കുകൾ അന്നത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതെന്നാണ് ആദ്യം പറയാനുള്ളത്. അപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമീപ സമയത്ത് കാണുന്നത് ഇത്തരത്തിൽ അന്നത്തെ അതിൻ്റെ ഒരു ആശയ ലോകത്തിനെയും എന്ത് കോണ്ടക്സ്റ്റിലാണ് അത് എഴുതപ്പെട്ടത്, അത്തരത്തിലുള്ള ചില ടെക്നിക്കൽ ടേമുകൾ ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാതാണ് പലപ്പോഴും പല ഈ ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മിഷണറിമാർക്ക് എതിരാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെല്ലാം ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളുമാണ് അവർ പലപ്പോഴും നടത്താറുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തെ നശിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യമേ പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു മനുഷ്യരെന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ലാത്ത ഒരു ദേശം തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിചയമാണ്. നിരവധി ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഒരുപാടൊക്കെ ഉണ്ട്. യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. പലപ്പോഴും ഈ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഇന്ന് ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചില ആളുകൾ പറയും ഇന്ത്യൻ ഭരണഘടന അവിടുന്ന് ഇവിടുന്നുമൊക്കെ കണ്ട കാര്യങ്ങളൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പല വിദേശ രാജ്യത്ത് നടന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പം എമർജൻസി ജർമ്മനിയിൽ നിന്ന് കടമെടുത്തു, റൂൾ ഓഫ് ലോ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തു, ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്ന് എടുത്തു ഒക്കെ പറഞ്ഞ് ഓരോ രാജ്യത്തു നിന്നും കടമെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ ഭരണഘടന. അതൊരു ഗുണമില്ലാത്ത കാര്യമാണ് എന്നൊരു പ്രയോഗം പലപ്പോഴും RSS പ്രവർത്തകരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ശരിയാണ്, ഇന്ത്യൻ ഭരണഘടന പല വിദേശ സമരങ്ങളെയും പല വിദേശ സിദ്ധാന്തങ്ങളെയും പല വിദേശ രാജ്യങ്ങളുടെ ഭരണ രീതിയുമൊക്കെ കടമെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഒരു വരി പോലും കടമെടുത്തിട്ടില്ലാത്തത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ടെക്സ്റ്റുകളിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു വരി പോലും കടമെടുക്കാൻ, അതായത് ഒരു ജനാധിപത്യ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് അതിലെ ഒരു വരിയും നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റിൻ്റെ അകത്തുനിന്ന് ഒരു വരി പോലും നമുക്ക് ഭരണഘടന അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ച ഒരു വരിയും അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു ആധിപത്യം, ഒരു ജാതി മേൽക്കോയ്മയും അതുപോലെ തന്നെ ഒരു ഹൈറാർക്കി നിലനിർത്തിക്കൊണ്ടുള്ള രചനകൾ മാത്രമാണ് ഇന്ത്യയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ പിന്നീട് അവർ വേറൊരു ചില വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം എപ്പോഴും എല്ലായിടങ്ങളിലും ബ്രാഹ്മണർക്ക് ഏറ്റവും ഉയർന്ന പദവി ലഭിക്കണം എന്ന് പിടിവാശി ഉണ്ടായിരുന്ന എഴുത്തുകളും രചനകളും മാത്രമാണ് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും ഇന്ത്യയിലെ ടെക്സ്റ്റുകൾക്ക് ഉള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഇതിനൊരു മഹത്തായ പാരമ്പര്യമൊന്നോ അല്ലെങ്കിൽ എല്ലാവരെയും തുല്യരായി കാണാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ വളരെ വ്യക്തമാണ്, അവിടെ നിലനിന്നിരുന്ന അനീതി വളരെ വ്യക്തമാണ്. ഒരു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി നിലനിൽക്കുന്ന ആ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അവർക്കൊരു മഹത്തായ പാരമ്പര്യം പറയാനില്ല. അതുകൊണ്ടാണ് ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അതൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അംബേദ്കർ മുൻപോട്ട് വെക്കുന്നു. അപ്പോൾ ഗാന്ധി അംബേദ്കർ ആദ്യമായി കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗാന്ധിയോട് ആദ്യമായി അംബേദ്കർ പറയുന്നൊരു വാക്ക് തന്നെ, ഗാന്ധി
ഞങ്ങൾക്ക് സ്വന്തമായ ഒരു മാതൃരാജ്യമില്ല എന്നൊരു പ്രയോഗമാണ് അംബേദ്കർ പറയുന്നത്. അതായത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡറാണ്. അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു മാതൃദേശമില്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും അനീതികളും പരിപൂർണമായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ആ ഒരു ദേശത്തിനെ എങ്ങനെ നമ്മൾ സ്നേഹിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അംബേദ്കർ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഇടത്തും ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു വളരെ ഒരു വരിയിലൂടെ ഈ കൊളോണിയലിസത്തെ നിർവചിക്കുന്നു. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നൊരു പ്രയോഗം തന്നെ. അപ്പോൾ അന്ന് ഒരു ഈഴവനും സന്യാസി എന്നുള്ളൊരു സങ്കല്പത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യമല്ല ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുൻപ്. അപ്പോൾ പെരിയോറിനെ നമ്മൾ പരിശോധിച്ചാലും അദ്ദേഹവും സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യത്വം എന്ന പ്രയോഗങ്ങൾ. കാര്യം ബ്രിട്ടീഷുകാർ നമ്മളെ സാമ്പത്തികപരമായി കൊള്ളയടിച്ചുവെങ്കിലും മനുഷ്യത്വം എന്ന പ്രയോഗങ്ങളും പദത്തിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്ന പ്രയോഗം പെരിയോറിനെ നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏതൊരു ദേശീയ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഏതൊരു നേതാക്കളുടെ പ്രസംഗങ്ങളും എഴുത്തുകളും പരിശോധിച്ചാലും അവർ ഈ ദേശത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഒരിക്കലും സന്തോഷത്തിലല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അടിത്തറ ഇട്ട് വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മിഷണറിമാരും അവരുടെ സ്കൂളുകളും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിലാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഉണർവ് ഉണ്ടായി വരുന്നതും സ്വന്തം സമൂഹത്തിനെ കുറിച്ചൊരു വിമർശനപരമായി നോക്കിക്കാണാൻ. ഇപ്പം വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി പറയുകയാണ്, ഒറ്റ കാര്യം തന്നെ നമ്മൾ ആലോചിച്ചത് നമ്മുടെ നാട്ടിൽ സതിയെന്ന് പറയുന്നത് ആചാരം എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഭാര്യയും ചാടി മരണപ്പെടുന്ന ഒരു രീതി കാണുന്നു. അത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അന്ന് വരെ 19ാം നൂറ്റാണ്ടിന് തുടക്കം വരെ അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അതെല്ലാം വളരെ കൃത്യമായി അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാകുന്നത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ വരുന്നത്, മറ്റു പല പുസ്തകങ്ങളും പരിഭാഷകളും ഒക്കെ വരുന്നൊരു സാഹചര്യത്തിലാണ്. അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്, ഒരു സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നൊരു അറിവ് മനുഷ്യർക്കുണ്ടായി വരും. അപ്പോൾ ആ ഒരു അറിവിനെയാണ് നമ്മൾ ആധുനികത എന്നുള്ളൊരു ടേമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവിധ പാരമ്പര്യങ്ങളും സങ്കല്പങ്ങളും വളരെ തെറ്റായിരുന്നെന്നും മനുഷ്യത്വ വിരുദ്ധം മാത്രമായിരുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് മിഷണറി പ്രവർത്തകരും അവരുടെ സ്കൂളുകളും അവരുടെ സാഹിത്യവും സാഹിത്യേതര എഴുത്തുകളുമായിരുന്നു എന്ന് നമുക്ക് യാതൊരു തർക്കവും കൂടാതെ പറയാൻ സാധിക്കും. താങ്ക് യു സാർ. ഒരു ചോദ്യം കൂടിയുണ്ട് അവസാനമായി, ഫൈനൽ ചോദ്യം. മിഷണറി പരിഷ്കാരം മത പരിവർത്തനത്തിനുള്ള മറയല്ലേ? ഒരിക്കൽ കൂടെ, മിഷണറി പരിഷ്കാരം എന്നുള്ള പദം ഇൻവെർട്ടഡ് കോമയിലിട്ടിരിക്കുന്നു. മിഷണറി പരിഷ്കാരം മതപരിവർത്തനത്തിനുള്ള മറയല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം പാസ്റ്റർ ജെയ്സ് പാടനാട്. മിഷണറിമാരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും നവോത്ഥാന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും നമ്മളതിനെ സമീപിക്കുമ്പോൾ അതൊരു സോഷ്യൽ മോഡേണൈസേഷൻ്റെ ഭാഗമാണ്, ഒരു സാമൂഹിക ആധുനികവൽക്കരണമാണ് ചെയ്തത്. മിഷണറിമാർ ക്രൈസ്തവരുടെ മാത്രം അല്ല പ്രവർത്തിച്ചത്, എല്ലാവരുടെ ഇടയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. ഈ നവോത്ഥാനത്തിൻ്റെ രണ്ടാം ഘട്ടം സാമുദായിക പരിഷ്കരണം നടന്ന പോലെ ഇപ്പം ഓരോ സാമുദായിക ആചാര്യന്മാരും സമുദായത്തിനകത്താണ് പ്രവർത്തിച്ചത്. പക്ഷേ മിഷണറിമാർ അങ്ങനെയല്ല ചെയ്ത്, പ്രത്യേക സമുദായത്തിനകത്തല്ല, മനുഷ്യരുടെ ഇടയിലാണ്. എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിലും, എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെ ഇടയിലും, എല്ലാ ജാതി ഉപജാതികളുടെ ഇടയിലുമാണ് അവർ പ്രവർത്തിച്ചത്. ഒരിക്കലും അവിടെ ലക്ഷ്യം അത് തന്നെ ആയിരുന്നില്ല. എല്ലായിടത്തും മതപരിവർത്തനം നടന്നിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇങ്ങനെ മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ, ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ചവരെല്ലാം മതം മാറ്റിയിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ അതല്ലായിരുന്നു. മാനവികതയായിരുന്നു, ഒരു സമത്വ ഭാവനയായിരുന്നു അത്. അതിനുവേണ്ടി അവർ കൃത്യമായി ബൈബിളിനെയാണ് അതിൻ്റെ ഒരു വിഭജന പ്രക്രിയയുടെ ഉപകരണമായി ഉപയോഗിച്ചത്. ഭാഷയുടെ വിനിമയമായി ബൈബിളിനെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഭാഷ പ്രധാനമായി ഒരു വിഷയമായിട്ട് വന്നത്. ബൈബിളിൻ്റെ മലയാള പരിഭാഷയാണ് നവോത്ഥാനത്തിൽ തുടക്കം കുറിച്ചത്, ഭാഷയാണ്. അങ്ങനെ വിലക്കപ്പെട്ട അക്ഷരത്തിൻ്റെ വീണ്ടെടുപ്പിലൂടെ കൃത്യമായി ബൈബിളിൻ്റെ മലയാള പരിഭാഷയും ബൈബിൾ വായനയും, ലിംഗ്വിസ്റ്റിക് മോഡേണിറ്റി എന്ന് പറയും, ഭാഷയ്ക്കൊരു ആധുനികത നൽകിയത് എങ്ങനെയാണ് സ്കൂളിൽ പോകാത്തവർ പാട്ട് പാടുന്നത്, സംസാരിക്കുന്നത്, നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്നത്? പള്ളികളിലെ പ്രാർത്ഥനകളിലൂടെ, സാക്ഷ്യം പറച്ചിലുകളിലൂടെ, ലോർഡ്സ് പ്രേയർ പ്രാർത്ഥിക്കുന്നതിലൂടെ,
വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നതിലൂടെ, പാട്ടുകളിലൂടെ ഭാഷയ്ക്കൊരു ആധുനികത തന്നെ വരികയാണ്. അതുകൊണ്ട് മലയാള ബൈബിളിൻ്റെ വായനയും അതിൻ്റെ മലയാള പരിഭാഷയുമാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഒരിക്കലും മതപരിവർത്തനത്തിന് വേണ്ടി നടത്തിയ ഒരു അജണ്ട, ഒരു പ്രത്യേകമായ ഒരു അജണ്ടയൊന്നും അല്ലായിരുന്നു അത്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, അത് മാത്രമല്ല ഇതൊരു ജാതിവിരുദ്ധ സമരം കൂടിയായിരുന്നു. അൺടച്ചബിലിറ്റിയെ, ജന്മിത്വവും വർണ്ണജാതി വ്യവസ്ഥയും ജാതി അടിമത്വവും ക്രൂരമായ പ്രഹരമേൽപ്പിച്ച ഈ സാമൂഹിക വ്യവസ്ഥിതിയെ കൃത്യമായി പ്രതികരിച്ചത് നവോത്ഥാനത്തിലൂടെ പ്രൊട്ടസ്റ്റൻ്റ് ആധ്യാത്മികതയാണ്, പ്രൊട്ടസ്റ്റൻ്റ് സ്പിരിച്വാലിറ്റി തന്നെയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ സമൂഹത്തെ മാത്രമല്ല ക്രൈസ്തവ സഭയും ജനാധിപത്യവൽക്കരിച്ചു. ആംഗ്ലിക്കൻ ബിഷപ്പ്മാർ വരുമ്പോൾ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കുടുംബ ധരിക്കുന്നവരുണ്ടായിരുന്നു, പൂണൂല് ധരിക്കുന്നവരുണ്ടായിരുന്നു, കാവ് സംരക്ഷിക്കുന്നവരുണ്ടായിരുന്നു. പുണ്യാളനും ഡോക്ടർ വിനിൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അടിമകള്ളത്തിൻ്റെ ചരിത്രം ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, പുസ്തകം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം പൂണൂല് ധരിക്കുന്നവരുണ്ടായിരുന്നു, കാവ് സംരക്ഷിക്കുന്നവരുണ്ടായിരുന്നു. പുണ്യവാളനും ഭഗവതിക്കും ഒരുപോലെ ചാരായ നേർച്ച ഉണ്ടായിരുന്നു. അതിന് ചാരായത്തിന് വേണ്ടി സർക്കാരിന് ഷാപ്പ് അനുവദിക്കുമായിരുന്നു പുസ്തകത്തിലുണ്ട്. അപ്പോൾ സമൂഹത്തെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെയും ജനാധിപത്യവൽക്കരിക്കാൻ അവർ തയ്യാറായി, ആംഗ്ലിക്കൻ മിഷണറിമാർ, പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ. അപ്പോൾ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ ആധുനികതയാണ് അവർ പ്രധാനമായി മുന്നോട്ട് വെച്ചത്. അത് സമൂഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണം, സാംസ്കാരികമായ നവോത്ഥാനം ഇത് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അത് ജാതിക്കെതിരെയുള്ള ഒരു സമരം കൂടിയായിരുന്നു. ആ ജാതിവിരുദ്ധ സമരത്തെ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. അത് അടിത്തട്ട് സമൂഹത്തിനിടയിൽ, കീഴാള ജനതയുടെ ഇടയിൽ വലിയ തരത്തിലുള്ള പരിവർത്തനമാണ് ഉണ്ടാക്കിയത്. അത് മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്ത ഒരു സംഭവമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കുഞ്ഞാവൻ സാറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഹ്യൂമൻ ഐഡൻറ്റിറ്റി ലഭിച്ചതിനെ കുറിച്ച്. മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും ഇല്ലായിരുന്നു. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി പറയുകയാണ്, ഡോക്ടർ B.R. അംബേദ്കർ മതം മാറിയപ്പോൾ നാഗ്പൂരിൽ വെച്ച് ചൊല്ലിക്കൊടുക്കുന്ന 22 സത്യപ്രതിജ്ഞയുണ്ട്. അത് നിങ്ങളെല്ലാവരും വായിച്ച് നോക്കണം. 22 വോട്ട്സ് ബൈ അംബേദ്കർ എന്ന് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. 1956 ഒക്ടോബർ മാസം 14 തീയതി വിജയദശമി ദിവസം അദ്ദേഹം മതം മാറുന്ന ബുദ്ധമതക്കാർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു 22 സത്യപ്രതിജ്ഞയുണ്ട്. ആ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ 19ാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ വികസനത്തിന്, പുരോഗതിക്കും ഹിന്ദുമതം തടസ്സമാണ്. മനുഷ്യത്വമില്ലാത്ത, ഹ്യൂമാനിറ്റിക്ക് ഹാംഫുള്ളാണ്. അങ്ങനെ തന്നെയാണ്. ഹ്യൂമാനിറ്റിയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത, മനുഷ്യത്വമില്ലാത്ത ഈ മതം ഞാൻ വിടുന്നതാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേണ്ടി ആദ്യത്തെ 6 വായിച്ചാൽ തന്നെ ഹിന്ദുമതത്തിൻ്റെ വെടി തീരുന്നതാണ്. 1, ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരൻ എന്നിവരെ ഞാൻ ആരാധിക്കത്തില്ല. അവർ ഏറ്റുചൊല്ലും, 6 ലക്ഷം പേര് ഏറ്റുചൊല്ലുകയാണ്. 2, രാമനെയും കൃഷ്ണനെയും താൻ ദൈവങ്ങളായി കാണുകയോ ആരാധിക്കുകയോ ചെയ്യില്ല. 3, ഗൗരി, ഗണപതി എന്നിവരുൾപ്പെടെ മറ്റ് ഹിന്ദു ദൈവങ്ങളെ ഞാൻ ആരാധിക്കത്തില്ല. 4, ദൈവത്തിൻ്റെ ഓരോ അവതാരങ്ങളിൽ ഞാൻ വിശ്വാസമില്ല. 5, ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നുള്ള പ്രചരണം ഞാൻ തള്ളിക്കളയുന്നു എന്നാണ് പറയുന്നത്. ശ്രാദ്ധങ്ങളിലും ഞാൻ പങ്കെടുക്കത്തില്ല, പിണ്ണം കൊടുക്കത്തില്ല. ഇതെല്ലാം പറഞ്ഞു വരിക. എന്നിട്ട് അദ്ദേഹം 8ാമത് പറയുന്നത് ബ്രാഹ്മണിക്കൽ സെർമണി ഒന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് 19ാമത് പറയുകയാണ്, ഈ മതം അസമത്വമുള്ള മതമാണ്. അവസാനമായി അംബേദ്കർ പറയുന്നത് ഈ മതം റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പരിഷ്കരിക്കാൻ പറ്റത്തില്ല. ഇന്ന് സാംസ്കാരിക ബുദ്ധിജീവികൾ ഹിന്ദുമതത്തെ പരിഷ്കരിക്കാൻ നടക്കുകയാണ്, ബ്രാഹ്മണ്യത്തെ പരിഷ്കരിക്കാൻ നടക്കുകയാണ്. അംബേദ്കർ പറഞ്ഞു ഇത് പരിഷ്കരിക്കാൻ പറ്റത്തില്ല, ഇത് ഡൈനാമിറ്റ് ചെയ്ത് ഇറക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്ക് അന്നങ്ങനെ ഉപയോഗിച്ചത്, ഞാൻ കൂട്ടുകയാണ്, അംബേദ്കറുടെ വാക്കാണ്. ഇത് എറിഞ്ഞുടയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഇത് പരിഷ്കരിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം 22 സത്യപ്രതിജ്ഞ, നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കണം, 22 വോട്ട്സ് ബൈ അംബേദ്കർ. അദ്ദേഹം 6 ലക്ഷം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇന്നത്തെ ദളിതുകളും ആദിവാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രാഹ്മണിക്കൽ സെർമണി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ഹൈന്ദവാചാരങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട വസ്തുത, സാംസ്കാരിക ഹിന്ദുത്വയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തെ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിന്നത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ, ദളിത് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട വസ്തുത, നിങ്ങൾ ബ്രാഹ്മണിസത്തെ അംഗീകരിച്ചുകൊണ്ട്, ആ ബ്രാഹ്മണിക്കൽ സെറിമണിയെ അംഗീകരിച്ചുകൊണ്ട്, കൾച്ചറൽ ഹിന്ദുത്വയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ആ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം സാംസ്കാരിക ഹിന്ദുത്വയാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ വളർത്തിയത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കൾച്ചറൽ ഹിന്ദുത്വയിൽ നിന്ന് പുറത്തു വരണം. ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും ഗോത്രവർഗ്ഗങ്ങളും ഹിന്ദുമതം വിടുക തന്നെ ചെയ്യണം. അതാണ് ഏകമാർഗം എന്ന് പറയുന്നത്.
അതിൽ അവർ വരേണ്ടത് ക്രൈസ്തവ മാർഗത്തിൽ. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വലിയ ഡിബേറ്റ് നടന്ന വിഷയമാണ്. അംബേദ്കർ ബുദ്ധമതത്തിലേക്കല്ല, അംബേദ്കർ ഇസ്ലാമിലേക്കോ ക്രൈസ്തവത്തിലേക്കാണ് മാറിയെന്നെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുമതം തകർന്നേനും. അംബേദ്കർ ഇസ്ലാമിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും പോകാതിരിക്കാൻ വേണ്ടി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. BS മൂഞ്ചേപ്പള്ളി ആൾക്കാർ പോയി നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രൈസ്തവത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് നാഷണാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. മതം മാറുന്നവർ ഡീനാഷണലൈസ്ഡ് ആയി തീരുമെന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് അത് സപ്പോർട്ടാണെന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വാമി ജോൺ ധർമ്മതീർത്ഥൻ്റെ ആത്മകഥയ്ക്ക് അതിർത്തിയോടെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് വീട് വിടാതെ അംബേദ്കർ മുറി മാറുകയാണ് ചെയ്തതെന്ന് സ്വാമി ജോൺ തീർത്ഥർ പോത്തൻ ജോസഫിനോട് വഴിവെച്ച് കണ്ടപ്പോൾ ഇത് കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്കുള്ള മതം മാറ്റം ഒരു മൂവ്മെൻ്റ് ആകാതെ പോയത്. നാഗ്പൂർ പോലും അത് മൂവ്മെൻ്റ് ആയില്ല. പക്ഷേ ഇന്നും ക്രിസ്ത്യാനിറ്റിയൊക്കെ ആളുകൾ മാറുന്നുണ്ട്. അംബേദ്കറിൻ്റെ അതൊരു കൾച്ചറൽ ഏലിയേഷൻ ആ വിഷയത്തിൽ ഉണ്ടായില്ല. കാരണം അംബേദ്കറിൻ്റെ മതം മാറ്റം മുറി മാറുന്നത് പോലെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് കൾച്ചറൽ ഏലിയേഷൻ ഉണ്ടായില്ല. സിഖ് മതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും പോയാൽ അങ്ങനെയാണ്. പക്ഷെ അത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെ അവസാനമാകുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇത് മതം മാറ്റത്തിന് വേണ്ടി ഒരു പരിഷ്കരണമല്ല, മനുഷ്യത്വം എന്താണ് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മാനവികമായ പ്രവർത്തനമായിരുന്നു മിഷണറിമാർ ചെയ്തത്. താങ്ക് യു പാസ്റ്റർ. ഇനി അടുത്തത് ഓഡിയൻസിനുള്ള സമയമാണ്. അതിനു മുമ്പ് പ്രിയപ്പെട്ട അച്ഛൻ 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പോത്തേരി കുഞ്ഞമ്പു എഴുതിയിരിക്കുന്ന സരസ്വതി വിജയം എന്ന് പറയുന്ന ഒരു മനോഹരമായ നോവൽ 1892 പ്രസിദ്ധീകരിച്ചാണ്. 1892 മനോഹരമായ ഒരു നോവലാണ്. എല്ലാ ക്രൈസ്തവരും വായിക്കേണ്ടിയാണ്. സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയാണ്. ആ പുസ്തകത്തിനകത്ത് അഫൻ നമ്പൂതിരി എന്ന് പറയുന്ന അഫൻ നമ്പൂതിരിയാണ് അതിനകത്തെ പ്രധാന പാത്രം. അദ്ദേഹം കോഴിക്കോട്ടേക്ക് ഒളിവിൽ വരുന്ന സമയത്ത് ഒളിവിൽ പാർക്കേണ്ടി വരുന്നു. ആ സമയത്ത് തൻ്റെ സഹായിയായിരിക്കുന്ന നായരോട് ചോദിക്കുന്നു, ഒരു പറ്റം സ്ത്രീകൾ നല്ല മലയാളം സംസാരിക്കുന്നല്ലോ, ആരാണവർ? അപ്പോൾ നായർ നമ്പൂതിരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സേവകനായിരിക്കുന്ന നായർ പറഞ്ഞു കൊടുക്കുകയാണ്, അവരെല്ലാവരും ക്രിസ്ത്യാനികളായി തീർന്നവരാണ്. അപ്പോൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ നല്ല ഭാഷ സംസാരിക്കാൻ കഴിയുമെന്ന് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരുടെ പ്രവർത്തനം മുഖാന്തരം ആ കാലഘട്ടത്തിൽ 1800 സമാപന കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൽ തെളിയിച്ചതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയും അവരുടെ ജീവിതവും ഉന്നതിയിൽ തന്നെ എത്തിയിട്ടുള്ളൂ എന്ന് നമ്പൂതിരിമാർ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫാദർ. ഇനി ഓഡിയൻസിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമോ മറ്റെന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ പറയാനുള്ള അവസരമാണിപ്പോൾ. മലയാള ഭാഷയുടെ പരിണാമത്തിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് ചുരുക്കമായിട്ടൊന്ന് പറയുന്നു. നമ്മൾ ഈ ഭാഷയുടെ ഒരു ചരിത്രം, മലയാള ഭാഷയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഭാഷകളിലും മിഷണറിമാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മിഷണറിമാർ ഭാഷ നിർമ്മിച്ചു എന്നുള്ളതല്ല. മിഷണറിമാരുടെ ഒരു പ്രധാനപ്പെട്ട രീതി കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരാണ് സ്വാഭാവികമായി ഏതൊരു നാട്ടിലും ചെല്ലുന്നത്. ആ നാട്ടിലെ ആളുകളുടെ രീതിയും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാനും അവരെ മിഷണറിമാരുടെ ഐഡിയകളും ബൈബിളിനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഷ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മിഷണറിമാർ ആ ഭാഷകൾ പഠനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട അച്ചടിയുടെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ നീങ്ങുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഭാഷയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ലിപി കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. ഓൾറെഡി ലിപി ഉള്ളതാണ്, മലയാളം ഭാഷ തന്നെ നമുക്കുള്ളതാണ്. മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പല രീതിയിൽ എഴുതണം. മലയാളത്തിന് തൊട്ട് മുമ്പ് വട്ടെഴുത്ത്, കോലെഴുത്ത്, അങ്ങനെ പല രീതിയിലുള്ള എഴുത്ത് രീതി വരുന്നുണ്ട്. സംസ്കൃതം എഴുതുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിൽ എഴുത്തും വായനയും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ റംബാൻ ബൈബിള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷ, എഴുത്ത് എല്ലാം അപരിചിതമായിരുന്ന ഒരു ദേശമല്ല കേരളം എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ മലയാളത്തിനെ ഒരു പ്രത്യേക രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറ്റി എന്നുള്ളതാണ് ഈ മിഷണറിമാരുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയിൽ അദ്ദേഹം ഒരു പുസ്തകം, ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കഥ പുസ്തകമാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം തയ്യാറാക്കുന്നത്. അതിനുശേഷം ബൈബിള് പരിഭാഷപ്പെടുത്തുന്നു. അതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിള്
വായിച്ചതിന് ശേഷം ഗുണ്ടർട്ട് പറയുന്ന ഒരു പ്രധാന കാര്യം, ഇത് കോട്ടയം തിരുവിതാംകൂറിലൊക്കെ ഉപയോഗിക്കുന്ന മലയാളമാണ്, ഞങ്ങളുടെ മലയാളം ഇതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗുണ്ടർട്ട് വേറൊരു ബൈബിള് പരിഭാഷപ്പെടുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കണ്ണൂർ ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയും കോട്ടയത്തുള്ളവർ സംസാരിക്കുന്നതും തൃശ്ശൂരുകാർ സംസാരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം തന്നെയുണ്ട്. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗങ്ങളും പരിഭാഷകളുമായിരുന്നു ആദ്യ സമയങ്ങളിൽ മലയാളത്തിൽ തന്നെ നടന്നുകൊണ്ടിരുന്നത്. ഒരേ രീതിയിൽ CMS മിഷണറിമാരുടെ പരിഭാഷ ഇത് കണ്ണൂരുള്ളവർക്ക് ചേരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ നിന്ന് അവരുടെ മലയാളത്തിലാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു വാദം ഗുണ്ടർട്ട് വെക്കുകയും അങ്ങനെ ഗുണ്ടർട്ടിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, ബൈബിൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇത് ഏതൊരു ദേശത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം, തമിഴിന് അങ്ങനെ ഒരു പ്രശ്നം പ്രതിസന്ധി വന്നിട്ടില്ലായിരുന്നു. കാര്യം തമിഴാണ് സ്വാഭാവികമായിട്ട് ഏഷ്യയിലെ തന്നെ ആദ്യം ബൈബിൾ ഇറങ്ങുന്ന ഒരു പ്രധാന ഭാഷ എന്ന് പറയുന്നത് തമിഴ് ഭാഷയിലേക്കായിരുന്നു. തമിഴ് ടെക്സ്റ്റാണ് സ്വാഭാവികമായി ഇന്ത്യയിൽ പിന്നീട് എല്ലാ ബൈബിൾ പരിഭാഷകളുടെയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബൈബിളുകൾക്കെല്ലാം ഒരു അടിസ്ഥാന ഗ്രന്ഥം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഹായക ഗ്രന്ഥം എന്ന നിലയിൽ നിന്ന് തമിഴ് ടെക്സ്റ്റാണ്. അപ്പോൾ ബാക്കി ഭാഷകൾക്കെല്ലാം തമിഴിന് അങ്ങനെ ഒരു മിഷണറിമാരുടെ ഒരു ഹെൽപ്പ് ആവശ്യം വന്നില്ല. അവരുടെ ഒരു ലിപി അല്ലെങ്കിൽ അവരുടെ ഒരു എഴുത്തിനെ ആ ഒരു രീതിയിൽ ഇന്ന് കാണുന്ന അതേ രീതിക്ക് തന്നെ അവർക്ക് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപ് തന്നെ ആ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മലയാളം ഉൾപ്പെടെ ഹിന്ദിയൊക്കെ ഇപ്പം നമ്മുടെ പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ഒക്കെയാണ്. ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് മിഷണറിമാരുടെ സഹായം വേണ്ടി വന്നു. തമിഴിന് പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം, നമുക്ക് എഴുത്ത് വായനയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതല്ല, അതിനെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രത്യേക ഒരു ആധുനിക ലിപി സംവിധാനത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഷണറിമാരായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യമാണ്. പിന്നെ അതൊരു പ്രാകൃതമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ എഴുത്ത് കാര്യങ്ങളെല്ലാം. പിന്നെ ഓരോരോ അക്ഷരങ്ങളും പിന്നീടാണ് വികസിച്ച് വരുന്നത്. ചന്ദ്രക്കലയൊക്കെ റീസെൻ്റായിട്ട് വന്ന ഒരു പ്രധാന രീതിയാണ് ഈ എന്നുള്ളൊരു അക്ഷരമൊക്കെ പോലും. പണ്ട് സമയത്ത് 3 കുത്താണ് ഈ എന്നുള്ളതിനിടുന്നത്. അപ്പോൾ അതൊക്കെ മാറി മാറി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അച്ചടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള ഒരു പരിഷ്കരണം മലയാള ഭാഷയിൽ നടക്കുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ വാക്കുകളിലും അതേ രീതിക്ക് തന്നെയാണ് നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പല ഭാഷാ പ്രയോഗങ്ങളൊക്കെ ബൈബിളിൽ വന്ന ഭാഷാ പ്രയോഗങ്ങളെ സംബന്ധിച്ചുമൊക്കെ കാര്യമായ രീതിയിൽ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന രീതിയുമൊക്കെ ഉണ്ട്. താങ്ക് യു സാർ. അടുത്ത ചോദ്യം. ചോദ്യമായിട്ടല്ല, ഞാൻ നേരത്തെ ക്ലാസ് കേട്ടു, ജെറി സാറുടെ ക്ലാസ്, അതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TG മോഹൻദാസ് സാറ് ഒരു ക്ലെയിം പറഞ്ഞല്ലോ, മിഷണറിമാർ വന്നിട്ട് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു ചെറിയ എതിർത്തുകൊണ്ടൊരു വാദമാണ്. TG മോഹൻദാസ് സാറിന് 2 ബിരുദമാണുള്ളത്, ഒന്ന് എഞ്ചിനീയറിംഗ് ഒന്ന് ലോയറും. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൾ പഠിച്ചിട്ടുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CET ട്രിവാൻഡ്രം. അത് ഫോം ചെയ്തത് ആക്ച്വലി മഹാരാജ ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ് 1939 ജൂലൈ 3. അവിടുത്തെ ഫസ്റ്റ് പ്രിൻസിപ്പളായിരുന്നു TH മാത്യുമാൻ, ബ്രിട്ടീഷ് ക്രിസ്ത്യൻ മിഷണറിയാണ്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ മിഷണറി തുടങ്ങിയ ഫോം പ്രിൻസിപ്പൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ മുന്നും ഈ മഹാരാജ ചിത്തിര തിരുനാൾ 2 കൊല്ലം മുന്നേ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രാവൻകൂർ, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നായിരുന്നു അതിൻ്റെ മുമ്പ്. അത് ഇനിയും മുന്നിലേക്ക് പോകും. ആക്ച്വലി മഹാരാജൻ്റെ ഫ്രീ സ്കൂൾ മഹാരാജാസ് ഫ്രീ സ്കൂളാണ് ആക്ച്വലി ഒറിജിൻ ഇതിൻ്റെ 1834. അവിടുത്തെ ഫസ്റ്റ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിയായ മിസ്റ്റർ ജോൺ റോബർട്ട്സ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് എൻജിനീയറിങ്, ഈ TG മോഹൻദാസ് സാറിൻ്റെ എൻജിനീയറിങ് ബിരുദം അവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ബിരുദം ഗവൺമെൻറ് ലോ കോളേജ് എന്ന് പറഞ്ഞ എറണാകുളം, ലോയർ, അവിടെ നിന്നാണ് TG മോഹൻദാസ് സാർ ലോയർ പാസ്സായത്. അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 1875 അവിടുത്തെ ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നതും WTA കോസ്ബി, അതും ക്രിസ്ത്യൻ മിഷണറിയാണ്. അത് ഹൈക്കോർട്ട് ജഡ്ജുമായിരുന്നു അയാൾ. അപ്പോൾ കോസ്ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവാൻ കോസ്ബി, ഫാനി കോസ്ബി, ക്രിസ്ത്യൻ നെയ്മ ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് EJRV ഹണ്ട്, അതും ക്രിസ്ത്യന. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ HS ചാറ്റ്ഫീൽഡ്, ക്രിസ്ത്യൻ. നാലാമത്തെ പ്രിൻസിപ്പിൾ EJ ജോൺ BA, ബാച്ചുലർ ഓഫ് ആർട്സ്. അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ TG മോഹൻദാസ് സാർ ഇത്ര ബിരുദം പഠിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ TG മോഹൻദാസ് സാർ അങ്ങോരെ സെയിം മീൻസ് അയാളെടുത്ത ബിരുദത്തിനെ തന്നെ ചോദ്യം ചെയ്യണം. നശിച്ച ഒരു ബിരുദമാണ് ആളെടുത്ത് പഠിച്ചിട്ട് ഇപ്പോൾ വാദിക്കാൻ നിൽക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. ഗുഡ്, വളരെ നല്ല
മിഷണറിമാർക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് പറയുമ്പോൾ ആധുനിക ഭാരതത്തിലും മിഷണറിമാർ ഭാഷയിൽ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നവരാണ്. അത് കൂട്ടിച്ചേർക്കണം. കാരണം ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെടുത്താലും ഗ്രാമീണ ഭാഷകളുടെ എഴുത്തിനും വായനയ്ക്കും കാരണന്മാരായി തീർന്നിരിക്കുന്നത് ഇന്നത്തെ മിഷണറിമാരാണ്, മിഷണറി ട്രാൻസ്ലേറ്റർമാരാണ്. അവരില്ലാതെ ഒരു ഗ്രാമീണ ഭാഷയും ഇന്ത്യയിൽ ഉടലെടുത്തില്ല. അത് നമ്മളെപ്പോഴും കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഗ്രാമീണ ഭാഷകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പണിയ ഭാഷ രൂപമെടുത്തത് ബൈബിൾ ട്രാൻസ്ലേറ്റർമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗണഭാഷ, കേരളത്തിൽ തന്നെയുള്ള ഗണഭാഷ, മേഖലയുള്ളതായ ഗണഭാഷയ്ക്ക് രൂപം കൊടുത്തത് കേരളത്തിലെ തന്നെ തിരുവല്ല സ്വദേശിയായിരിക്കുന്ന മാത്യു ജോൺ സാറാണ്. അദ്ദേഹം മിഷണറി പ്രവർത്തകനായിട്ട് പാലക്കാട് ചെന്നതിന് ശേഷമാണ് ഗണഭാഷ എഴുതുവാനായിട്ട് തുടങ്ങിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നിലനിൽക്കുന്നുണ്ട്. മിഷണറിമാർ കടന്നു ചെല്ലുന്നു, അവർ തദ്ദേശീയ ഭാഷകളെ മനസ്സിലാക്കി പഠിച്ച് അവർ ഈ മിഷണറിമാർക്ക് അത് എഴുതി കൊടുക്കുക, മിഷണറിമാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് 88-ലധികം ഭാഷകൾ ഇന്ത്യയിൽ തദ്ദേശീയ ഭാഷകൾ ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് TG മോഹൻദാസ് പറഞ്ഞു, ഇന്ത്യയിലെ ഭാഷയുടെ സംസ്കാരത്തെ നശിപ്പിച്ചത് ഈ മിഷണറിമാരാണെന്നതൊരു പ്രസ്താവന നടത്തി. എന്നാൽ അദ്ദേഹത്തോട് സോഷ്യൽ മീഡിയ വഴി ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കരുത്. മിഷണറിമാർ നശിപ്പിച്ച ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കരുത്. അതിന് ഇവിടുത്തെ ഒരു RSSകാരനിട്ട മറുപടി, ഇംഗ്ലീഷുകാരിവിടെ വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചിലത് അടിച്ചേൽപ്പിച്ചതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല. ഈ അടിച്ചേൽപ്പിച്ചവൻ ഉപയോഗിക്കുന്ന ഭാഷയും എഴുത്തു ഭാഷയിലും സംസ്കാരികമായി അവൻ ഉപയോഗിക്കുന്ന ഭാഷയും ഇംഗ്ലീഷ് ആയിരിക്കെ മിഷണറിമാരെ കുറ്റം പറയുന്നത് തെറ്റാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഒരു പ്രത്യേക ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ആ ഭാഷയ്ക്ക് 2000-ലാണ് ലിപി ഉണ്ടാക്കിയത്. അത് നമ്മുടെ പത്തനംതിട്ടക്കാരനൊരു ബാബുച്ചായനാണ് 2000-ൽ. അതുകൂടാതെ ഇപ്പം ഞങ്ങളും ഒരു ബൈബിൾ പരിഭാഷയിലാണ്. നമ്മുടെ കേരളത്തിലെ കുശവർണ്ണങ്ങൾ കേട്ടിട്ടുണ്ടോ? കുമ്പാരന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. കുമ്പാരന്മാരുടെ ഭാഷയിലേക്ക് ബൈബിള് പരിഭാഷപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി ഒരു ഡിക്ഷണറി ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓറൽ ട്രാൻസ്ലേഷൻ നടത്തിയത് നമ്മുടെ ആപ്പിൽ 5 ഫിഷേഴ്സ് എന്ന് പറഞ്ഞ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതിനകത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക പോസ്റ്റ് മോഡേൺ യുഗത്തിലും ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. താങ്ക് യു. ഒരു ചോദ്യം, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വരുന്നതിന് മുമ്പ് അടിമ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നതിന് ശേഷം ഈ അടിമ സമ്പ്രദായത്തിന് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ചോദ്യം ഡോക്ടർ വിനിൽ പോളിനോടാണ്. കേരളത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന ഒരു രീതിയായിരുന്നു മനുഷ്യരെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നൊരു രീതി. പല അടിമ ചന്തകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യരെ, കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന അതേ രീതിക്ക് തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലും വിറ്റിരുന്നു, ആളുകൾ വാങ്ങിയിരുന്നു. പലപ്പോഴും പല മതസ്ഥാപനങ്ങളിലും അതിനെ ലേലം വിളിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്കും, നമ്മുടെ കൊച്ചിയിൽ നിന്ന് ആഫ്രിക്കയിലേക്കും സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ നിരവധി മനുഷ്യരെ അടിമകളായി വിറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി വളരെ കാര്യമായ രീതിയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്, മനുഷ്യ കച്ചവടം എന്നൊരു രീതി. അപ്പം ഇത് പല അടിമ ചന്തകളുമൊക്കെ നമുക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കും, മിഷണറിമാരുമൊക്കെ ഡയറക്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി അടിമ ചന്തയിൽ നിന്ന് ഹെൻറി ബേക്കർ ജൂനിയർ പണം കൊടുത്ത ആളുകളെ വാങ്ങുന്നതിൻ്റെ നേർചിത്രം നമുക്ക് മിഷണറി എഴുതുന്നുണ്ട്. അങ്ങനെ മിഷണറിമാർ തന്നെ പല സ്ലേവ് മാർക്കറ്റുകളെ കുറിച്ച് എഴുതുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ പാർലമെൻ്ററി പേപ്പേഴ്സുകളെ, കോടതി വ്യവഹാരങ്ങളെ, ഇത്തരത്തിലെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അടിമ തീറോലകൾ പരിശോധിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ മനുഷ്യനെ വിറ്റുകൊണ്ടിരുന്ന ഒരു രീതി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് 1843 ആണ് മലബാർ മേഖലയിൽ അടിമ കച്ചവടം നിയമപരമായി നിരോധിക്കുന്നത്.
അതിനുശേഷം അതേ രീതിക്ക് തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മനുഷ്യക്കച്ചവടം നിരോധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 13 മിഷണറിമാരാണ് ഒരു നിവേദനം സമർപ്പിക്കുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ, ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ മിഷണറിമാരായിട്ടുള്ള 13 ആളുകളാണ് ഇങ്ങനൊരു നിവേദനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് മലബാറിൽ നിരോധിച്ച അതേ രീതിക്ക് തന്നെ ഈ 2 നാട്ടുരാജ്യങ്ങളിലും നിരോധിക്കണം എന്ന ഒരു ഡിമാൻഡ് അവർ മുൻപോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ അതുവരെ ഒരു മനുഷ്യനും ഇതൊരു കുഴപ്പമായിട്ട് തിരിച്ചറിയുകയോ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അണക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് മനുഷ്യനെ വിൽക്കുന്ന ഒരു രീതി ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന ഒരു തിരിച്ചറിവ് മലയാളികളെയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ മിഷണറി പ്രവർത്തകരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 47 സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. അത് പിന്നീട് ഒരു നിയമമായി പാസ്സാക്കി വരുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം 1955 നിയമമായി തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രസിദ്ധീകരിക്കുന്ന മനുഷ്യക്കച്ചവടം നിരോധിക്കണം എന്ന് ശക്തമായ ഒരു തീരുമാനം ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ ആരെയും കാണുന്നില്ല. പിന്നീട് ഈ കൊച്ചിയിലെ ഒരു അയ്യപ്പൻ എന്ന് പേരുള്ള ഒരാൾ ഒരു നിവേദനം അയച്ച് ചോദിക്കുന്നുണ്ട്, മിഷണറിമാർ കൊടുത്ത അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, അത് എന്താണ് അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ ഒരു അയ്യപ്പനെ നമ്മൾ കാണുന്നുണ്ട്. വേറെ ആരും തന്നെ, വേറെ ഒരു മലയാളിയെയും അല്ലെങ്കിൽ വേറെ ഒരു ഇന്ത്യക്കാരനെ നമ്മൾ ഈ മനുഷ്യക്കച്ചവടം ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്, അതൊരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടിമക്കച്ചവടം നിരോധിക്കപ്പെടുന്നത്. അങ്ങനെ പല നിയമങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വഴിയിലൂടെ നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇപ്പം നമ്മൾ അയ്യങ്കാളിയുടെ ഒരു പേര് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഹിസ്റ്ററി അതിലും പുറകോട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വില്യം ലീ എന്നു പേരുള്ള ഒരു മിഷണറി പ്രവർത്തകനെ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെയുള്ള പല മിഷണറിമാരുടെയും പരാതികൾ അങ്ങോട്ട് ചെല്ലുകയും അങ്ങനെയാണ് ആളുകൾക്ക് റോഡുകൾ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞൊരു നിയമം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വഴിയും തിരുവിതാംകൂർ വഴിയും പാസ്സാക്കുന്നത്. എന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് വലിയ പണ്ഡിതന്മാരുടെ പഠനങ്ങളോ ഒന്നും ആവശ്യമില്ല. കേരളം എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധമായ ദേശമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ചില നിയമങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്നു മുതൽ ചെരുപ്പ് ധരിക്കാം, നിങ്ങൾക്ക് ഇന്നു മുതൽ കാത് കുത്താം, മൂക്ക് കുത്താം, നിങ്ങൾക്ക് ഇന്നു മുതൽ വീടിന് ഓടുമേയാം, നിങ്ങൾക്ക് റോഡിലൂടെ നടക്കാം, നിങ്ങൾക്ക് പശുവിനെ കറന്ന് പാല് കുടിക്കാം, നിങ്ങൾക്ക് അതായത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാമാണ്, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് ചെരുപ്പ് ധരിക്കാം, നിങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകാം. അതായത് എന്തെല്ലാമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് അതിനെ മുഴുവൻ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു ദേശമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം മാറ്റുന്നതിൻ്റെ അകത്ത് ഈ മിഷണറിമാരുടെ പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഈ പണ്ടത്തെ കാലത്ത് മാർക്കറ്റുകളിൽ എല്ലാവർക്കും പ്രവേശനമൊന്നുമില്ല, സാധ്യമല്ല. എങ്കിൽ തന്നെയും അവർക്ക് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാഴക്കൊലയോ തേങ്ങയോ അല്ലെങ്കിൽ പുല്ല് പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു പണ്ട് കാലത്ത് വിൽക്കും. അപ്പോൾ അവർക്കത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലച്ചുമടായിട്ട് നിൽക്കണം. അവർ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നിലത്ത് വെച്ച് വിൽക്കാൻ അവകാശമില്ല, അവർ തലച്ചുമടായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ കുറേ മണിക്കൂറോളം നിൽക്കുന്നു. അതിനുശേഷം അവർ കിട്ടിയ വിലയ്ക്ക് ഒരു പക്ഷേ വിറ്റിട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ CMS മിഷണറി ആയിട്ടുള്ള ഒരു AF പെയിൻറ്റർ എന്ന് പേരുള്ളൊരു മിഷണറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നു. തിരുനക്കര മൈതാനത്തിൽ ഇത് വ്യാപകമായ രീതിയിൽ ഇങ്ങനെ കാണുന്നു. അന്നേരം അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ്. അതായത് മാർക്കറ്റിൽ എല്ലാവർക്കും, അതായത് ഈ താഴ്ത്ത ജാതിക്കാർ അവരുടെ തലയിരിക്കുന്ന വസ്തു താഴെ വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം പൊല്യൂട്ടഡായി എന്നുള്ളതായിരുന്നു ആളുകളുടെ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് മിഷണറി ഒരു നിവേദനം കൊടുക്കുന്നു, ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ അവരെ കച്ചവടം ചെയ്യാൻ വരുന്ന വസ്തുക്കൾ നിലത്ത് വെച്ച് വിൽക്കാനുള്ള ഒരു അവകാശം അനുവദിക്കണമെന്ന് പറഞ്ഞ് തിരുവിതാംകൂറിന് ഒരു കത്തയക്കുന്നു. അങ്ങനെ അത് പിന്നീട് പാസ്സായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും നിലത്ത് വെച്ച് ഈ പുല്ലും മറ്റ് സാധനങ്ങളും ഒക്കെ വിൽക്കാം എന്നൊരു അവകാശം ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ അകത്തെ എല്ലാവിധ നിയമങ്ങളും, അതായത് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യമായിട്ടുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ മിഷണറിമാരുടെ ഒരു കരങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അടിമ കച്ചവടത്തിൻ്റെ ഒരു നിരോധനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അതാണ് പ്രധാനമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ദേശീയ ചരിത്രകാരന്മാരൊക്കെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു പ്രത്യേക രീതിയിലൊരു ഉണർവ് ഉണ്ടാകുന്നത് നമ്മുടെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന എല്ലാവിധ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളും ഉണ്ടാക്കപ്പെടുന്നത് ഈ അടിമത്ത നിരോധനത്തിന് ശേഷമാണ്. നമ്മളെല്ലാ മൂവ്മെൻറ്റുകളും മനുഷ്യരുടെ വേറിട്ടൊരു ചിന്തയും ഉയർന്നു വരുന്ന അടിമത്ത നിരോധനത്തിന് ശേഷം മാത്രം. അതേസമയം നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയ ചരിത്രകാരന്മാർ മുൻപോട്ട് വെക്കുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് എന്തോ വലിയ വിപ്ലവം നടന്നത് എന്നൊരു വാദമാണ് അവർ വെക്കുന്നത്. പക്ഷേ അതല്ല, കേരളത്തിലെ ആളുകളെ
പരിപൂർണമായി മാറ്റി തീർത്തതിന് പിന്നിൽ ഈ അടിമ നിരോധന വിളംബരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, താങ്ക് യു സർ. ഇവിടെ ഒരു ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട്. മിഷണറിമാർ നമ്മുടെ ഇന്ത്യയിൽ വരുത്തിയ മാറ്റങ്ങൾ, അവരുടെ നിസ്തുലമായ സേവനങ്ങൾ എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയും? അവരുടെ സേവനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം അനിൽകുമാർ. ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ആർഷ സംസ്കാരത്തെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നുണ്ട്. ആർഷ സംസ്കാരം മടങ്ങി വരണം. അത് ആർഷ സംസ്കാരം മനോഹരമായിരുന്നു, മഹത്തരമായിരുന്നു. അത് മിഷണറിമാരും ബ്രിട്ടീഷുകാരുമാണ്. സനാതനധർമ്മം, അതെ, ഇത്തിരി കൂടി പറഞ്ഞാൽ സനാതനധർമ്മം. അപ്പോൾ അത് മിഷണറിമാരും ബ്രിട്ടീഷുകാരും കൂടി വന്ന് നശിപ്പിച്ച് കളഞ്ഞു. അതോടുകൂടിയാണ് ഇന്ത്യ ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ടത് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വളരെയധികം ആളുകൾ അതിനുവേണ്ടി പ്രചാരണം നടത്തുന്നുണ്ട്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം, ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് അവർണരും ദളിതരുമായ ആളുകൾ പോലും ആ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ പൂർവികർ, ഈ അവർണരും ദളിതരുമായിരുന്ന ആളുകളുടെയൊക്കെ പൂർവികർ ആ സംസ്കാരത്തിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടവരാണ്. സനാതനധർമ്മം എന്ന് പറയുന്ന അത് വാസ്തവം പറഞ്ഞാൽ അധർമ്മമാണ്. സനാതനധർമ്മമല്ല, സനാതന അധർമ്മം എന്നാണ് അതിനെ പറയേണ്ടത്. ആ അധർമ്മത്തിനകത്ത് കഷ്ടപ്പെട്ടവരാണ്. അന്ന് അവർ എന്തെങ്കിലും ഒരു രക്ഷാമാർഗം ഉണ്ടോ, ആരെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരുമോ എന്ന് അവർ ആഗ്രഹിച്ച് കാത്തിരുന്നവരാണ്. അപ്പോഴാണ് മിഷണറിമാർ രക്ഷകരായിട്ട് വന്നത്. മിഷണറിമാർ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ആ കാരാഗൃഹത്തിൽ നിന്ന് മിഷണറിമാർ അവരെ മോചിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ കൊച്ചുമക്കൾ പറയാണ് ഞങ്ങൾക്ക് വീണ്ടും ആ കാരാഗൃഹത്തിലേക്ക് പോകണം, അത് തിരിച്ചു വരണം, അത് മനോഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെ ക്രൈസ്തവരായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടും അത്. നമ്മളതിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കണം. ചരിത്രം ശരിക്കും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിനകത്ത് ഇപ്പോൾ ഉള്ള ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ചരിത്രം തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പലതും വ്യാജമായി കെട്ടിയുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ടു ടി ജി മോഹൻദാസറൊക്കെ എത്ര നിർഭയമായിരുന്നാണ് നുണ പറയുന്നത്. ഒരു മടിയില്ല, ഒരു ഉളുപ്പുമില്ലായിരുന്നു നുണ പറയാണ്. ആ പറഞ്ഞത് നുണയാണെന്ന് കൃത്യമായിട്ട് ജെറി ബ്രദർ ഇവിടെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും ധൈര്യം കിട്ടുന്നത് അങ്ങനെ ഇരുന്ന് ഈ നുണ പറയാൻ? നമുക്കറിയില്ല, ചരിത്രം അറിയില്ലാത്തതുകൊണ്ടാണ്. നമ്മളാരും ഇത് അന്വേഷിച്ച് പോകുന്നില്ല. ഇപ്പോൾ ജെറി ബ്രദർ അന്വേഷണ മനസ്സോടെ പോയി പരിശോധിച്ച് നോക്കി. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യം അതിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് വായിച്ച് നോക്കി, സത്യാവസ്ഥ മനസ്സിലായി, നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അപ്പം നമ്മൾക്ക് ഉത്തരവാദിത്തം ഉണ്ട്, ക്രിസ്ത്യാനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. പരിശോധിച്ച് നോക്കണം ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മിഷണറിമാരിവിടെ എന്താണ് ചെയ്തത്. മിഷണറിമാർക്കെതിരെയുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മിഷണറിമാർ എന്താണ് ചെയ്തിട്ടുള്ളത്? പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഇത്തരം രേഖകൾ കിട്ടാൻ പ്രയാസമായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല രേഖകളും നശിച്ചുപോയി. മിഷണറി രേഖകൾ അടക്കമുള്ള പലതും നശിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ മിഷണറിമാർ അവരുടെ ഈ രേഖകൾ LMS അല്ലെങ്കിൽ CMS എവിടെ നിന്നാണോ അവരുടെ ആ മിഷൻ കേന്ദ്രത്തിലേക്ക് അയക്കുന്നുണ്ട്. അവരുടെ ആർക്കൈവ്സിൽ അവിടെ ഉണ്ട് ഈ സാധനം. അപ്പം പണ്ടൊക്കെ അവിടെ പോകണമായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് ഇത് കിട്ടും. കാരണം എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. മനസ്സിലായോ? വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ കിട്ടും. നമുക്ക് എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ തലമുറയ്ക്കുള്ളൊരു ഭാഗ്യം അതാണ്. പക്ഷെ നമ്മളത് പഠിക്കാൻ വേണ്ടി ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് മറ്റവൻ എന്ത് പറയുന്നുവോ അത് കേട്ട് നമ്മൾ അയ്യോ നമ്മൾ ഈ നാടിന് എന്തോ ദ്രോഹം ചെയ്തവരാണ്, ആ ഒരു കുറ്റബോധത്തിലാണ് നിൽക്കുന്നത്. അത് വ്യാജമായ ഒരു കുറ്റബോധമാണ്, യഥാർത്ഥമായിട്ടുള്ളതല്ല. ശരിക്കും നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അഭിമാനത്തോടെ നിൽക്കേണ്ടവരാ. ഏതൊരു ക്രിസ്ത്യാനിക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാം. കാരണം ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസമുണ്ടല്ലോ, അത് ഈ നാട്ടിലേക്ക് വന്നപ്പോഴാണ്, അത് പറയാൻ ആൾക്കാർ വന്നതുകൊണ്ടാണ് ഈ നാട് മാറിയത്. അതിനു മുമ്പ് ഇതിങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അത് പറയണമെങ്കിൽ നമ്മളിത് പഠിക്കണം, അന്വേഷിച്ച് പോകണം എന്താണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെ അത് നമ്മുടെ പരാജയമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മേഖലയാണ്. പണ്ട് ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ മാസികകളോ
അല്ലെങ്കിൽ പുസ്തകമായിട്ട് ഇറക്കണം, അത് ബുദ്ധിമുട്ടാണ്. മാസികയിൽ നമ്മൾ എഴുതി കൊടുത്താൽ അവർ പ്രസിദ്ധീകരിക്കണമെന്നൊന്നുമില്ല. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫേസ്ബുക്കിൽ എഴുതിയിടണമെങ്കിൽ എഴുതിയിടാം. എന്തൊക്കെ നമുക്ക് മാർഗ്ഗങ്ങളുണ്ട്. തെളിവ് വെച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഈ മിഷണറിമാരുടെ സേവനം പൊതുജനങ്ങൾ മറന്നുപോയതിൻ്റെ കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമുക്കത് സംരക്ഷിക്കാൻ താല്പര്യമില്ല, നമുക്കത് പ്രചരിപ്പിക്കാൻ താല്പര്യമില്ല. പിന്നെ മറ്റുള്ളവർക്കുണ്ടാവും. പിന്നെ മറ്റുള്ളവർക്ക് അവരാണെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെയുള്ളവർക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മളാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ടത്. നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ലഭ്യമാണ്. അത് പഠിക്കുക മാത്രമല്ല, ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന്. അങ്ങനെയൊക്കെ മാത്രമാണ് നമുക്ക് ഇവരുടെ ഈ വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് ഇതിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഹിന്ദുത്വവാദികൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ് നളന്ദ യൂണിവേഴ്സിറ്റി, തക്ഷശില യൂണിവേഴ്സിറ്റി വാസ്തവത്തിൽ അത് ഹിന്ദുസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ എന്താണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്? ആർക്കും ഉത്തരം പറയാം. ഇതിവരുടെ എല്ലാ രീതിയിലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ നളന്ദ തക്ഷശീല പോലുള്ള സെൻറ്ററുകളുടെ പേരുകൾ പറയുക. അതുപോലെ തന്നെ നമുക്കെന്തോ വലിയ വൈദ്യവുമായി ബന്ധപ്പെട്ട ആയുർവേദത്തിൻ്റെ എന്തോ വലിയൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പറച്ചിലുകൾ വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഈ നളന്ദ തക്ഷശീല പോലുള്ള സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. പക്ഷേ അതിവിടെ ആരാണ് പഠിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അവിടുന്ന് നിർമ്മിക്കപ്പെട്ട എന്ത് അറിവാണ് എന്നുള്ളതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു. ഇപ്പോൾ നമ്മൾ ആ പഴയതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ സമയത്ത് നടന്ന അക്കാഡമിയെ സംബന്ധിച്ചൊക്കെയുള്ള ഡിസ്കഷനുകളെ, പുസ്തകങ്ങളെ, പല വിഷയങ്ങൾക്ക് ബേസ് ആയിട്ട് നിൽക്കുകയാണ്. പ്ലേറ്റോയും അരിസ്റ്റോട്ടലിനെ പോലുള്ള ആളുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തെക്കുറിച്ചോ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പല സയൻസ് ഡിസിപ്ലിനുകളുടെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അന്നത്തെ അവരുടെ ഡിസ്കഷൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അതിനകത്ത് കാണാം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വന്നതാണ് ആ ഒരു പഠന മേഖല. അപ്പോൾ ഈ നളന്ദയും തക്ഷശീലയിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു അതിനൊരു ബേസ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഇത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ യാതൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ അവിടെ ആരാണ് പഠിച്ചത്, ആർക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഒരിക്കലും കാണത്തില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് പറയും ഇന്ത്യക്ക് ബ്രിട്ടനെ മുഴുവൻ വാങ്ങിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അതുമൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം, പത്മനാഭ കൊട്ടാരത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സ്വർണം, അത് സാധാരണ അവർ കൊട്ടാരത്തിലെ ആളുകൾ നിർമ്മിച്ച കാര്യമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിച്ചും അവരുടെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വർണം ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് മുൻപ് വലിയ കൊട്ടാരങ്ങളും വലിയ സമ്പന്നതയിൽ ജീവിച്ച മനുഷ്യരെയും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉള്ള ആളുകളെയൊക്കെ കാണും. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അതിൻ്റെ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതേസമയം ബ്രിട്ടീഷുകാർ നമ്മളെ സാമ്പത്തികപരമായിട്ട് ചൂഷണം ചെയ്തു, കൊള്ളയടിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ പണത്തിൻ്റെ വേറൊരു രീതിയിലുള്ള സർക്കുലേഷൻ വരികയും കൂടുതൽ ആളുകൾ ഈ പണത്തിൻ്റെയും ജോലിയുടെയും ഭാഗമാകുന്നതിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായി നമ്മൾ കാണുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്തരത്തിലുള്ള വാദങ്ങൾ മുൻപോട്ട് വെക്കും. അത് യാതൊരു ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ചേരുന്ന ഒരു ഹിസ്റ്ററിയും അവർ ആ പറയുന്ന നളന്ദയ്ക്കും തക്ഷശീലയ്ക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ ഭാരത സംസ്കാരം എന്നുള്ള പഴമയൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് മിഷണറിമാരെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഒരു ഭാഷ ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തിനെ ബേസ് ചെയ്യുന്നത് ഒരു സംസ്കൃതം എന്ന് പറഞ്ഞൊരു ഭാഷയാണല്ലോ. ആ സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ഈ സംസ്കാരം പൊളിയുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ സംസ്കൃത ഭാഷയുടെ പഴക്കം ഏതാണ് അതിൻ്റെ കാലഘട്ടം, ഏത് കാലഘട്ടത്തിൽ അത് ഉളവായി? തക്ഷശില ഈ പറഞ്ഞ പോലെ തക്ഷശില ഏത് ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ വില്ലുവണ്ടി സംസ്കാരം ആ ഒരു യുഗം പറയും. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അല്ലെങ്കിൽ നമ്മുടെ അയ്യങ്കാളിയാണ് സംസ്കാരം കേരളത്തിൽ കൊണ്ടുവന്നെന്ന് പറയാറുണ്ട്. അതിന് അവർ വിദ്യാഭ്യാസം ചെയ്തത് ഈ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്കൂളിലാണോ ആ പഠിച്ചിരുന്നതെന്ന്
അപ്പോൾ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് നമ്മുടെ നവോത്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ഈ ശശി തരൂർ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മുഴുവൻ കൊള്ളയടിച്ചു, അയാളതിന് വലിയൊരു ഇത് നടത്തി. അത് നമ്മുടെ ഇന്ത്യയിലുള്ള BJP പോലുള്ള ആൾക്കാർ അത് ഏറ്റവും ഏറ്റുപിടിച്ചിട്ട് നമ്മളൊരു ഡിബേറ്റ് വെക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അത് ഏറ്റുപിടിച്ച് പറയാറുണ്ട്. നമ്മുടെ ശശി തരൂർ പ്രത്യേകിച്ച് അതിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതാണ് അവർ വേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഈ ഇന്ത്യനെ കുറിച്ച് ഇങ്ങനെ ഇന്ത്യയിലും കട്ടുപിടിച്ചു കൊണ്ടുപോയതാണ്. ഇന്ത്യയിൽ അവിടുത്തെ നമ്മുടെ സമ്പത്ത് ഇവിടെ ഇന്ത്യൻ്റെ സമ്പത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരൊരു വലിയൊരു ഡിബേറ്റ് നടത്താറുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതാണ് അവർ ചെയ്ത സംഭാവന, ഇന്ത്യനെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി. അപ്പോൾ അത് ഈ 3 കാര്യങ്ങൾ എത്രത്തോളം അതൊന്നും ശരിയാണെന്നൊരു മറുപടി. സംസ്കൃത ഭാഷയുടെ പഴക്കം ഇവർ തള്ളിമറിക്കും. വളരെയധികം 3000, 4000, 5000, 10000 വരെയൊക്കെ പോകുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ 2000 വർഷത്തിൽ താഴെ അതിന് പഴക്കമുള്ളൂ. അതെ, 820 അത്ര. അതായത് ഈ അശോകൻ്റെ ശിലാശാസനങ്ങളുണ്ട്. അശോക ചക്രവർത്തി ബുദ്ധമത പ്രചരണത്തിന് വേണ്ടിയിട്ട് ശിലാശാസനങ്ങൾ, അത് അന്നത്തെ അശോകൻ്റെ സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യത്തിനകത്ത് നമുക്ക് കാണാം. അന്നത്തെ സാമ്രാജ്യം അതെന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ്റെ അതിർത്തി വരെ ചെല്ലും. ഇറാൻ്റെ അതിർത്തി വരെയുള്ളതും പിന്നെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ശിലാശാസനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ അത് പാലി ഭാഷയിൽ, പ്രാകൃത ഭാഷയിൽ, പിന്നെ അരാമിക് ഭാഷയിലടക്കമുണ്ട്. ഗ്രീക്ക് ഭാഷയിലും ഉണ്ട്, സംസ്കൃത ഭാഷയിലില്ല. ഒരൊറ്റ ശിലാശാസനം പോലും സംസ്കൃത ഭാഷയിലില്ല. അത് മനസ്സിലാക്കുന്നത് എന്താണ്? അശോകൻ്റെ കാലത്ത് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഷയിലും കൂടി ശിലാശാസനം, കാരണം സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കാനുള്ള ശിലാശാസനം. അപ്പോൾ അശോകൻ്റെ കാലത്ത് അതില്ല. അതെ, നമ്മൾ മലയാളത്തിൽ പള്ളിയിൽ നിന്ന് ഉപയോഗിക്കുന്നത് പാലി ഭാഷയാണ്. അപ്പോൾ പാലി, പിന്നെ പ്രാകൃത്, ഗരോഷ്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതുണ്ട്. അപ്പോൾ അത് ഇതിൽ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നല്ല സംസ്കരിച്ച്, ഈ പ്രാകൃതിൽ നിന്ന് സംസ്കരിച്ചെടുത്ത ഭാഷയായതുകൊണ്ടാണ്, ഇത് സംസ്കരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതിനെ സംസ്കൃതം എന്ന് പറയുന്നത്. പൂർവ്വം മറ്റേതാണ്, പ്രാകൃതമാണ്. ഇനി നമ്മൾ കാണുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് AD 125 മധുര രാജാക്കന്മാരുടെ ഒരു ശാസനത്തിനകത്ത്, ശിലാശാസനത്തിനകത്ത് നമ്മൾ ഈ മംഗ്ലീഷ് എഴുതില്ലേ, അതായത് ഭാഷ മലയാളമാണ്, ലിപി ഇംഗ്ലീഷ്. അതേപോലെ പാലി ഭാഷയിലുള്ളതാണ്, പക്ഷെ അതിനകത്തുള്ള ചില ലിപി സംസ്കൃതമാണ്. അത് AD 125 അതായത് സംസ്കൃത ലിപി കിട്ടിയിരിക്കുന്ന നിലവിലെ ഏറ്റവും പഴക്കമുള്ളതെന്ന് പറയുന്നത് ഈ AD 125 സാധനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുപോലെ സംസ്കൃത ഭാഷയല്ല, സംസ്കൃതത്തിലെ ചില അക്ഷരങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ കാണുന്നത് 3-ാം നൂറ്റാണ്ടിലാണ്. 3-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സംസ്കൃത ഭാഷയിലുള്ള ശിലാശാസനങ്ങൾ നമ്മൾ കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ AD 3-ാം നൂറ്റാണ്ടിന് ശേഷം, 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ശിലാശാസനം വരണമെങ്കിൽ അതൊരു ഭാഷയായിട്ടുണ്ടെന്ന് അർത്ഥം. ജനങ്ങൾ സംസാരിക്കുന്ന, വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഭാഷയായി മാറിയിട്ടുണ്ട്. അപ്പോൾ 2-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഭാഷ ശരിയായിട്ട് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? സംസ്കൃതത്തിന് അത്രമേ പഴക്കമുള്ളൂ. ഇത് ഞാൻ ഈ പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നു, മോഡി കയറിയതിനു ശേഷം മാറ്റിയതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റിനകത്ത് നിന്ന് അതിലത്തെ കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പില്ല. ഇപ്പോൾ ഞാൻ കുറേ നോക്കി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ASIയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ സംസ്കൃതത്തിൻ്റെ പ്രത്യേകമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃത ഭാഷയുടെ പഴക്കവും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് അന്നുണ്ടായിരുന്നു. ഏതാണ്ട് 2016 ശേഷം കാണാനില്ല. മോദി കയറുന്ന വരെ, മോദി 14 കയറിയത്, 16 കഴിഞ്ഞപ്പോഴേക്കും ആർക്കിയോളജിക്കൽ സർവേ ഇന്ത്യ അത് എടുത്ത് കളഞ്ഞ്, ആ സാധനം എടുത്ത് കളഞ്ഞ്. പക്ഷെ നമ്മളത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കൈവശം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, ആ ഭാഷയുടെ പഴക്കം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത്, ഈ കൊള്ളയടി എന്നുള്ള വാക്കിനെ ശശി തരൂർ അതല്ല കൊള്ളയടിച്ചു എന്ന് പറയുന്നത്. അത് പാലി ഭാഷയും മറ്റുമൊക്കെയാണ് അക്കാലത്തുണ്ടായിരുന്നത്. പിന്നെ കൊള്ളയടിച്ചു എന്ന് പറയുന്നത്, ഈ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാദിർ ഷാ ഇങ്ങോട്ട് വന്നു ഇന്ത്യയിലേക്ക്. നാദിർ ഷാ വന്ന് കൊള്ളയടിക്കുക ചെയ്തത്, ഡൽഹി കൊള്ളയടിച്ചു. നാദിർ ഷാ ആ സമയത്ത് ഒരു യുദ്ധത്തിൽ വേറൊരു ഇറാൻ രാജാവാണ് അദ്ദേഹം, പേർഷ്യൻ രാജാവാണ്. അപ്പോൾ ചുറ്റുപാടുള്ള വേറെ ചില രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് രാജ്യം ആകെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് പുള്ളി. ഒന്ന് രാജ്യത്തൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് പുള്ളി ഡൽഹിയിലേക്ക് വരുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി.
ആ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം അപ്പം അദ്ദേഹം മയൂരസിംഹാസനമൊക്കെ കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 3 വർഷത്തേക്ക് ജനങ്ങൾക്ക് ടാക്സ് ഇളവ് കൊടുത്തു. 3 കൊല്ലത്തേക്ക് ഒറ്റൊരുത്തിനും ടാക്സ് തന്നെ. അതായത് പാപ്പരായി കിടന്ന രാജ്യമാണ്. ചില യുദ്ധങ്ങൾ കഴിഞ്ഞ് പാപ്പരായി കിടന്ന രാജ്യം ഇവിടെ വന്ന് ഡൽഹി കൊള്ളയടിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു 3 വർഷത്തേക്ക് ആരും ടാക്സ് തരേണ്ട കാര്യമില്ല. അത്രയധികം സമ്പത്ത്. അതാണ് കൊള്ളയടി എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരെന്താണ് ചെയ്തത്? അവർ കൊള്ള ലാഭം ഉണ്ടാക്കിയത്, കൊള്ളയടിയല്ല. അവരിവിടെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കി. ഈ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിട്ട് അവർ കൊള്ള ലാഭം നേടി. അത് വസ്തുതയാണ്. ഈ വ്യാപാര കരാറുകൾ അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പണിയെടുക്കാൻ ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ മുതലാളി ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് മറ്റൊരാളായിട്ട് ഇടപാട് നടത്തുന്ന സമയത്ത് അയാൾ തൊഴിലാളിക്ക് കൊടുക്കേണ്ട കൂലി എത്ര, അതിന് വരുന്ന ഉൽപ്പാദന ചെലവും മറ്റിതെല്ലാം കണക്കൂട്ടി ഇയാളുടെ ലാഭമൊക്കെ കൂട്ടിയിട്ടാണ് ഇയാൾ ഇത് പറയുന്നത്. ഇവിടെ തൊഴിലാളിക്ക് കൂലി കൊടുക്കേണ്ട, അതാണ് വ്യത്യാസം. അവൻ ആ ജാതിയിൽപ്പെട്ടവൻ ആ തൊഴിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള വേറെ ആരുമില്ല അവിടെ. അവരത് തന്നെ ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കാര്യം, ഇതേപോലെ തന്നെയാണ് നെയ്ത്ത് യന്ത്രം. ഇവിടുന്ന് തുണിയിൽ വലിയ ഇതായിരുന്നു, ഇന്ത്യയിൽ നിന്ന് തുണി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. യൂറോപ്പിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ സമയത്ത് തുണി നെയ്യാനുള്ള മെഷീനൊക്കെ അവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടും ഇന്ത്യയിലേക്ക് അത് ഇറക്കുമതി ചെയ്തില്ല. കാരണം ഇവിടെ തുണി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ചീപ്പ് ലേബറാണ്. ചീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി, വേറെ കൂലി പോലും കൊടുക്കേണ്ട കാര്യമില്ല. അന്നേരം എന്തിനാണ് ഞാൻ കാശ് മുടക്കിയിട്ട് മെഷീൻ ഇറക്കുമതി ചെയ്യണം ഇങ്ങോട്ട്? ഇതാണ് ഇവൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ മെഷീൻ വേണ്ടെന്ന് ഇവരിവിടെ പണിയെടുത്തുണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി, അത് വെച്ചിട്ട് ഞാൻ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഫ്രഞ്ചുകാരൊക്കെ വന്നപ്പോൾ അവർ അമ്പരന്ന് പോകുന്നുണ്ട് ഇവിടെയുള്ള നെയ്ത്തുകാരെ കണ്ടിട്ട്. കാരണം അവിടെ യൂറോപ്പിൽ നെയ്ത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കോടീശ്വരനാണ്. കോടീശ്വരൻ ഞാൻ ഇത്തിരി ഇതായിട്ട് പറഞ്ഞാണ്, അവൻ പൈസക്കാരനാണ്, സമ്പന്നനാണ്. അന്ന് വസ്ത്രത്തിനൊക്കെ നല്ല വിലയാണ്. ഈ മെഷീനൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പുള്ള സമയമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നയമാൻ്റെ കാര്യം നോക്കിയാൽ അറിയാം. നയമാൻ എലീശയുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോഴേ ഈ വസ്ത്രവും ഇതെല്ലാം കൊണ്ടുള്ള വരുന്നത് വെള്ളിയും പൊന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും വേണ്ടാന്നും പറഞ്ഞ് എലീശ തിരിച്ചയച്ചു. എന്നിട്ട് ഗേഹസി പോകുന്നുണ്ട്. ഗേഹസി പോയി കഴിഞ്ഞിട്ടുണ്ട്. നയമാൻ ഇപ്പോൾ ആവശ്യം വന്നു തരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ നയമാൻ കൊടുക്കുന്നത് പൊന്നും വെള്ളി അവൻ ചോദിച്ചതിൻ്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. ഗേഹസി ചോദിച്ചതിനേക്കാളും കൂടുതൽ കൊടുത്തു. 1 താലന്ത് തരുന്നപ്പോൾ ദയവ് ചെയ്ത് 2 താലന്ത് വാങ്ങണേന്നാണ് പറയുന്നത്. പക്ഷെ വസ്ത്രം അവൻ ചോദിച്ചതേ കൊടുത്തുള്ളൂ. അതായത് വില, വസ്ത്രത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നെയ്ത്ത് യന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ്, മെഷീനൊക്കെ വന്നതോടുകൂടിയാണ് തുണിയുടെ വില ടപ്പേന്ന് ഇടിഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ തുണി നെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര പൈസക്കാരാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുണി നെയ്യുന്നവൻ ദരിദ്രൻ, വളരെ ദരിദ്രാവസ്ഥയിൽ. അതുപോലെ തന്നെ തുകലിൻ്റെ പണി അറിയാവുന്ന ആളുകൾ, ലെതറിൻ്റെ വർക്ക് ചെയ്യുന്നവരൊക്കെ യൂറോപ്പിൽ ഭയങ്കര പൈസക്കാരാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്താണ്, അൺടച്ചബിളാണ്. അവനെ തൊടാൻ പോലും പറ്റില്ല, അവൻ ദരിദ്രാവസ്ഥയിൽ. ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ബ്രിട്ടീഷുകാരായിട്ട് ഇടപാട് നടത്തുന്ന സമയത്ത് തൊഴിലാളിക്ക് കാശ് കൊടുക്കേണ്ടത് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ ചീപ്പായിട്ട് തന്നെയാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ് അവർക്ക്. അങ്ങനെ അവർ കൊള്ളലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളയടി എന്നുള്ള വാക്ക് അതുകൊണ്ട് തന്നെ ഞാൻ യോജിക്കുന്നതല്ല. കൊള്ളയടി എന്ന് പറയുന്നത് ഈ നാദിർ ഷാ വന്നു, അതുപോലെ അഹം ഷാ അബ്ദുല്ല വന്നു, ഇങ്ങനെ ബാബർ വന്നു, ഗസ്നി, ഇങ്ങനെ ഓരോരുത്തർ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് കൊള്ളയടി. ബ്രിട്ടീഷുകാർ അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടില്ലെന്നും അല്ല, അത് ദേഷ്യം തീർക്കാൻ വേണ്ടി. കൊള്ളയടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ പഴശ്ശിരാജയുടെ ഇതിനോടൊക്കെ ആ കലിപ്പിൻ്റെ പുറത്ത് പോയിട്ട് ആ കൊട്ടാരമൊക്കെ തകർത്ത് അവിടെ നിന്നൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് കൊള്ളയടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രതികാരം പോലെ തീർത്തതാണത്. അങ്ങനത്തെ കേസ് അപൂർവമായിട്ടുണ്ട്. പക്ഷെ കൊള്ളയടി എന്ന് പറയുന്ന സംഗതി ഇതായിട്ട് പറയാൻ പറ്റില്ല. അത് കൊള്ളലാഭം ഉണ്ടാക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തത് ഇപ്പം പഠിച്ച സ്കൂളുകൾ എന്ന് പറയുന്നത് അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. നാരായണഗുരുവിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഈ ഈഴവരുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഴവർ അടിമജാതിയാണ്, അവർണരാണ്, അടിമജാതികളായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ചില വ്യക്തികൾ പണം അവർക്ക്, ഇപ്പോൾ ആലുമൂട്ടിൽ ചാന്നാരെന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. കാറുണ്ടായിരുന്ന മനുഷ്യൻ. തിരുവിതാംകൂറിൽ 2 പേർക്ക് കാറുണ്ടായിരുന്നു, രാജാവിനും പിന്നെ ആലുമൂട്ടി ചാന്നാർക്കും. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഈഴവനായിരുന്നു. അപ്പോൾ അതേപോലെ ചില വ്യക്തികളുണ്ട് സാമ്പത്തികമായിട്ട്, അത് അവർ ചിലപ്പോൾ രാജാവിന് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുത്തതോ, ചെറിയ സേവനമൊന്നുമല്ല, ജീവൻ രക്ഷിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണത്, പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്നത്. അങ്ങനെ അപൂർവം ചില വ്യക്തികൾ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികളുടെ കെയർ ഓഫിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പഠിച്ച് കയറി വന്നിട്ടുണ്ടാവും. മനസ്സിലായേ?
അത് വെച്ചിട്ട് ആ ജാതിയിലുള്ളവരെല്ലാവരും അങ്ങനെ ആയിരുന്നു നമ്മൾ പറഞ്ഞതിൽ അർത്ഥമില്ല. ചില വ്യക്തികൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പൊതുവെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ അവസ്ഥ മോശമായിരുന്നു. ബ്രദർ അനിൽകുമാർ ഇപ്പം പറഞ്ഞ ആടിങ്ങും കൂടെ, ബ്രിട്ടീഷുകാർ മിഷണറിമാരല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എപ്പോഴും ബിസിനസ്സിനോടായിരുന്നു താല്പര്യം. അതെപ്പോഴും ശശിര ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കോളനികളിൽ ബ്രിട്ടീഷുകാരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഷണറിമാരുടെ തലയിൽ വെക്കണ്ട. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരെ മിഷണറിമാരെ രണ്ടായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മിഷണറിമാർ കൊള്ളയടിക്കാൻ വന്നവരല്ല, ഇവിടെ അവർ മരിച്ചവരാണ്. തങ്ങൾക്കുള്ള എല്ലാ റിസോഴ്സും ഇവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്തവരാണ്. അവരുടെ മക്കൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. അവർ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ശവടക്കിയിട്ടുണ്ട് അവരെ. ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരിക്കലും പ്രൊപ്പഗേഷനോട് താല്പര്യമില്ലായിരുന്നു, മതപരിവർത്തനത്തോടും താല്പര്യമില്ലായിരുന്നു. മിഷണറിമാർക്ക് അവർ വിസ കൊടുത്ത് ഇത്ര വൈകിയ ശേഷമാണ് അവർ പാതിരിമാരെ കൊണ്ടുവരുന്നത് തന്നെ അവരുടെ ചാപ്ലൈനായിട്ടാണ് കൊണ്ടുവരുന്നത്. വില്യം കേറിക്ക് കൊണ്ടുവന്നില്ല. വില്യം കേറി ഡച്ച് ഏരിയയിലാണ് വന്നിറങ്ങി. അറിയാം, ഡച്ചുകാരുടെ നിയന്ത്രണത്തിലുള്ള ഏരിയയിലാണ് വന്നിറങ്ങിയത്. ഒരു പ്രാവശ്യം അദ്ദേഹം തിരിച്ചു പോകേണ്ടി വന്നു. വില്യം കേറിക്ക് വിസ കൊടുത്തില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ മിഷണറിമാർ അല്ലായിരുന്നു. ഏതെങ്കിലും കോളനി പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും തെറ്റായ പ്രവണത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഷണറിമാരുടെ അക്കൗണ്ടിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. മിഷണറിമാർ ഈ രാജ്യത്ത് ഗുണകരമായ കാര്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, സംസ്കൃതം പ്രചരിപ്പിച്ചത് മിഷണറിമാരാണ്. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ജർമ്മൻ മിഷണറിമാർ പുരാണങ്ങളും വേദങ്ങളും എല്ലാം ജർമ്മൻ ഭാഷയിലേക്കും ഇറ്റാലിയൻ ഭാഷയിലേക്കും ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മിഷണറിമാർ പോലും ഉണ്ടായിരുന്നു. സംസ്കൃതം പോലും മിഷണറിമാർ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാര്യവും ഇപ്പം ശശി തരൂരിൻ്റെ പുസ്തകത്തിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗവും യൂട്യൂബിൽ ലക്ഷങ്ങൾ ആൾക്കാർ കേട്ടതാണ്. അതിലെല്ലാം അദ്ദേഹം പറയുന്നതിനകത്ത് തത്വത്തിൽ ശരിയാണ്. പക്ഷേ അത് മിഷണറി പ്രവർത്തനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാർ വേറെ, മിഷണറിമാർ വേറെയാണ്.